ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സൗണ്ട് ക്ലിയർ ആണോ? പൊതുവിൽ ഈ കാലത്ത് പല സ്ഥാപനങ്ങളിലും പഠിപ്പിക്കുന്ന ഉസ്താദുമാരൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുന്ന ഒരു കോമൺ വികാരമാണ് കുട്ടികൾ കിതാബൊന്നും നോക്കണില്ല. അപ്പൊ ആ നോക്കണില്ല എന്ന് പറയുന്നത് പിന്നെ ഹാഷിയനെ കുറിച്ചാവില്ലല്ലോ, എന്തായാലും ഓതി കൊടുക്കണതിനെ കുറിച്ചാണ്. ഏതായാലും താഴേക്കാത്തിനെ കുറിച്ചുമല്ല. അപ്പൊ പൊതുവിൽ കിതാബ് നോക്കണില്ല എന്ന് പറയുന്ന കാലത്ത് താഴേക്കാത്ത് നോക്കാൻ നിങ്ങൾ കാണിച്ച മനസ്സിനെ, ശ്രമത്തെ ഞാൻ അഭിനന്ദിക്കണം. ആദ്യം അള്ളാഹു സ്വീകരിക്കട്ടെ. പൊതുവിൽ എന്താണ് താഴേക്കാത്ത് എന്നത് നിങ്ങൾ അതിന്റെ ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെയാണ് നിലവിലുള്ളത് എന്നുള്ളതിനെ കുറിച്ച് അപഗ്രഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിന്റെ അപ്പുറമുള്ള ചില കാര്യങ്ങളാണ് പറയാൻ ശ്രമിക്കുന്നത്. ഇവിടെ 2 പ്രസന്റേഷനുകൾ നടന്നു. ആ 2 പ്രസന്റേഷനുകളിലും നടന്നത് നിങ്ങൾ കേട്ടു. നമ്മൾ പലതും കേൾക്കുമ്പോഴും നമുക്കറിയാത്ത കുറെ വിവരങ്ങൾ, ചിലപ്പോൾ ഒരുപാട് ഡാറ്റാസ് ഒക്കെ അതിലുണ്ടാവും. പക്ഷെ ഒരു അറ്റ്ലാസ്റ്റ് ആ ഒരു ടോക്ക് കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ കഴിഞ്ഞു, അറ്റ്ലാസ്റ്റ് എന്താണ് അതിന്റെ ടേക്ക് അവേ എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ ഞാൻ 2 ആൾ എനിക്ക് ആൻസർ ചെയ്യണം. ആരാണേലും കുഴപ്പമില്ല. ലാസ്റ്റ് അവതരിപ്പിച്ച ആളത് ആദ്യം ആയിക്കോട്ടെ. മുമ്പിൽ അവതരിപ്പിച്ചല്ലോ, നിങ്ങൾ കേട്ടില്ല എല്ലാവരും. എന്താണ് ആ ഒരു പ്രസന്റേഷന്റെ ഒരു ടേക്ക് അവേ എന്താണ്? നിങ്ങൾക്ക് എന്താണ് അതിന് കിട്ടിയത്? ആരെങ്കിലും ഒരാൾ എണീറ്റെന്ന് പറയാം. ഒരാൾ. ആ, എന്റെ മുമ്പ് അവതരിപ്പിച്ച ആളാണ്. ഓക്കെ, കേൾക്കണില്ല? എങ്ങനെ ഒരു പഠന രീതി? അത് ഓൾറെഡി കണക്ക് അറിയുന്ന കാര്യമല്ലേ? ഓക്കെ, അത് ഓൾറെഡി അറിയുന്ന കാര്യമല്ലേ? അപ്പോ നിങ്ങൾക്ക് ശേഷം പ്രസന്റ് ചെയ്ത ആളെ പ്രസന്റേഷനെ കുറിച്ചല്ലേ നിങ്ങൾ പറയണത്? അതല്ല ചോദിച്ചു. അവർ രണ്ടാമത് പ്രസന്റ് ചെയ്ത ആളുടെ പ്രസന്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? അതാ ചോദ്യം. എന്താ കിട്ടി? ഇസ്ലാം അല്ലാത്തതാണെങ്കിൽ ഹറാമാണ്. ഇരിക്കും. വേറെ ആരെങ്കിലും പറയും? ഇവിടെ ഫ്രണ്ടിലിരിക്കുന്ന ആരെങ്കിലും ഒന്ന് പറയും. ജസ്റ്റ് ഞാനും കേട്ടു, നിങ്ങളും കേട്ടു. അതുകൊണ്ടാണ് ചോദിക്കണത്. നിങ്ങൾ അങ്ങനെ എന്റെ സദസ്സിൽ ഉത്തരുന്നിട്ട് കാര്യമില്ല. ഞാൻ ലാസ്റ്റ് ചോദിക്കും, ഞാൻ പറഞ്ഞത് എന്താ കിട്ടി? അത് പാകിസ്ഥാന്റെ ഫത്വ ഈ കാലത്ത് എടുക്കാൻ പറ്റൂല എന്നാണ് ഓന്റെ സംസാരത്തിൽ നടക്ക് കിട്ടിയത്. അങ്ങനെയാണോ? പ്രസക്തല്ല, അതാണോ പറഞ്ഞത്? പാകിസ്ഥാന്റെ ഫത്വ ഈ കാലത്ത് പ്രസക്തല്ല എന്നാണോ പറഞ്ഞത്? അത് ഏത് മനസ്സിലായില്ല? സ്ത്രീകളെ എത്തു പറയാനുള്ള കാരണം, അല്ലാതെ താലിക്കാത്ത് പറയാനുള്ള കാരണമല്ല. ഓക്കെ, വെരി ഗുഡ്.
വേറെ ഫസ്റ്റത്തെ പ്രസന്റേഷന് ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടേ പറയാം. ആദ്യം ഒരാൾ പ്രസന്റ് ചെയ്തല്ലോ, അതിന്റെ ഒരു ടേക്ക് അവേ എന്താണ്? ആർക്കെങ്കിലും ബാക്കിലൊക്കെ എന്തെങ്കിലും ഒന്ന് പറയേ. നിങ്ങള് ശ്രദ്ധിക്കണില്ല പൊതുവിൽ ഉണ്ടോ? ഒന്ന് എണീറ്റിക്ക്. ആയിരിക്കും. അതെ, ഞാന് ഒരുപാട് സംസാരിക്കുന്നില്ല. പക്ഷെ അതേ സമയം ഈ കാലത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ പഠിക്കാൻ വേണ്ടി നമ്മുടെ എല്ലാ മറ്റ് ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഒഴിവാക്കി ഇത്തരം ക്യാമ്പസുകളിൽ വന്നിരിക്കുകയാണല്ലോ, ആണല്ലോ അല്ലെ? അപ്പൊ അത് പലപ്പോഴും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആവാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ട് കേൾക്കുന്നില്ല. അപ്പൊ ഇവിടെ ശരിക്കും ലാസ്റ്റിലെ പ്രസന്റേഷനിൽ സ്ത്രീയുടെ എഴുത്ത് വായനയെ കുറിച്ചുള്ള പരാമർശം വന്നു അല്ലെ? ശരിക്കും അതിലൊരു കൺക്ലൂഷൻ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയോ? എന്ത്? അപ്പൊ സ്ത്രീക്ക് എഴുതാൻ പറ്റും എന്നാണോ ഇസ്ലാം പറയണേ? പറ്റൂല എന്നാണോ പറയണേ? ചെറുശ്ശേരി സാറിനോട് ചോദിക്കപ്പെട്ടു എന്ന് പറഞ്ഞു, ചെറുശ്ശേരി സാർ മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞു, വേറെ ആരൊക്കെയോ വേറെന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് നമ്മള് മതവും ഭൗതികവും നമ്മുടെയൊക്കെ വീട്ടിലുള്ള പെങ്ങന്മാരും എല്ലാവരും പഠിക്കുന്നുണ്ടല്ലോ, ഉണ്ടോ? അതല്ലേ പഠിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ബേസിലാണ്? ഒരു കറാഹത്തായ കാര്യം ചെയ്യാ, അല്ലെ ഒരു ഹറാമായ കാര്യം ചെയ്യാണോ? അതല്ല. മുമ്പ് പറഞ്ഞ മസലകൾ, മുമ്പ് പറഞ്ഞ തഅലീഖാത്തുകൾ, അതൊക്കെ ഇനിയും പുനർവായന നടത്തപ്പെടേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണോ? എന്താണ്? അതോ ആ ഹുക്കും അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്? നമുക്ക് പൊതുവിലുള്ള നമ്മുടെ ഒരു കേരളീയ കർമ്മശാസ്ത്ര ആയാലും പല തീർപ്പുകളുടെ ഒക്കെ ഒരു കാര്യം എന്താ വെച്ചാൽ, തീർപ്പായി അവിടെ നിൽക്കും, പ്രവർത്തനം ആവശ്യമുള്ള പോലെ നടക്കുന്നു അല്ലെ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പല വിഷയങ്ങളും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ പലിശയെ കുറിച്ച് ചോദിച്ചാൽ, ബാങ്കുമായി ഇടപാടുകളെ കുറിച്ച് ചോദിച്ചാൽ, അവയവദാനത്തെ കുറിച്ച് ചോദിച്ചാൽ ഒക്കെ നമുക്ക് ചില തീർപ്പുകളുണ്ട്. ആ തീർപ്പ് അനുസരിച്ചാണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ അല്ല. എന്താ അവയവദാനത്തെ കുറിച്ച് നമ്മൾ പറയണത്? ഒരാളുടെ കിഡ്നിയോ അല്ലെങ്കിൽ ലിവറോ പോയാൽ നമ്മൾ എന്താ ചെയ്യണത്? നമ്മൾ പള്ളിക്ക് തന്നെ പിരിവെടുക്കും. അപ്പൊ അത്തരം അവസ്ഥകൾ നമ്മൾ കാത്തുരക്ഷിക്കട്ടെ. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ താലീക്കാത്തിലൂടെ പോകുമ്പോൾ കാണുന്ന ഒരു സംഗതി, അവര് വായിക്കുന്നതിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയിട്ടാണ് അവർ പോയിരുന്നത്. ആ ക്ലാരിറ്റി അവരവിടെ നോട്ട് ചെയ്തെത്തും ചെയ്യും. അത് 3 തരത്തിലാണ് ശരിക്കും നമുക്ക് കാണാൻ കഴിയുക. നിങ്ങൾ അത് കുറെ അനലൈസ് ചെയ്തിട്ടുണ്ട്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒന്നെന്താ? താലീക്കാത്തിൽ ഒന്നാമത് ചെയ്യുന്ന പണി എന്താ? എന്തെങ്കിലും ഒരു ആംബിഗ്വിറ്റി ഉള്ള, ഒരു അവ്യക്തത ഉള്ള സ്ഥലം എന്ത് ചെയ്തു തരും അല്ലെ? ഒന്നും കൂടി വിശദീകരിച്ചു തരും അല്ലെ? നമുക്ക് മനസ്സിലാക്കുമ്പോഴാണല്ലോ. ഞങ്ങൾക്ക് പണ്ടൊരു ക്ലാസ് എടുക്കുമ്പോൾ മൂപ്പര് പറയുന്നു, മൂപ്പര് ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ തട്ടുതട വരുന്നിടത്ത് ഇങ്ങനെ നിർത്തും, എന്നിട്ട് അവിടെ ഒന്ന് നോക്കാന്ന് പറയാം. അപ്പൊ നമ്മളിങ്ങനെ കറക്കി വെക്കുമ്പോൾ അതിലൊന്നും ഉണ്ടാവില്ല. അപ്പൊ മൂപ്പര് ചിരിക്കും. മൂപ്പര് പറയും, ഞമ്മക്ക് കിട്ടാത്തടത്ത് ഓൽക്കും കിട്ടിയിട്ടില്ല. മനസ്സിലായില്ല? നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയണോടത്ത് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവും. നമുക്കൊരു സംശയം വരുന്നിടത്ത് നിർത്തിയാല് അവിടെ ഒന്നുമില്ല. മൂപ്പരതിന് തമാശക്ക പറയാം, നമുക്ക് കിട്ടാത്തടത്ത് നോക്കുക. അപ്പൊ ഒന്നാമത് ചെയ്യുന്ന സാധനം എന്താ? അതൊന്ന് വിശദീകരിച്ചു തരും അല്ലെ? പിന്നെന്താ ചെയ്യണേ? പിന്നെ അതിലെന്താ കാണലേ? താലീഖാത്തിൽ പിന്നെ കാണുന്ന ഒരു കാര്യം എന്താ? പിന്നെ ഒരു സംഗതി അൾട്ടർനേറ്റീവ് റീസണിങ് ആണ്. അതായത് ചിലപ്പോ ഇവര് പറഞ്ഞ കാരണമല്ലാത്ത ആ ഒരു തെളിവിനെ, ആ ഒരു ഹുക്കുമിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റു ചില കാരണങ്ങൾ കൂടെ അവിടെ കൊടുക്കും. അതാണ് നമ്മൾ ഇസ്തിദ്ലാൽ പറയില്ലേ? അവർ ചിലപ്പോ എന്തെങ്കിലും ഒരു ദലീലേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. എന്ത് പറഞ്ഞിട്ടുണ്ടാവൂല? ഇല്ലത്ത് പറഞ്ഞിട്ടുണ്ടാവൂല. അപ്പൊ ദലീല് പ്ലസ് ഒരു ഇല്ലത്തും കൂടെ ചിലപ്പോ ഇവരെ ആഡ് ചെയ്യും. ഇങ്ങനെ ഒരു ഇല്ലത്ത് കൂടെ ഉണ്ടായിന്. വേറെന്താ ചെയ്യല്? വേറെ നമ്മളൊന്ന് വേഗം വേഗം പറയും, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. വേറെന്താ ചെയ്യല്? എങ്ങനെ? കൗലുകൾ കൊടുന്നു നോക്കും. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ആംബിഗ്വിറ്റി ഇല്ലാതെയാക്കാൻ വേണ്ടിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പാർട്ടാണ്. വേറെ
കേൾക്കില്ല? റദ്ദ് ചെയ്യും. ആ, വെരി ഗുഡ്. അതായത് ഒരു ക്രിട്ടിക്കൽ എൻഗേജ്മെന്റ് നടത്തും അല്ലെ? അതായത് ഈ ക്രിട്ടിക്കൽ എൻഗേജ്മെന്റ് രണ്ട് തരത്തിൽ നമുക്ക് ഈ ഹവാഷികളിൽ താലിക്കാത്ത് കൂടെ പോകുമ്പോൾ രണ്ട് തരത്തിൽ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഖുർആന്റെ തഫ്സീറുകളിലൂടെ, അതിന്റെ ഹവാഷികളിലൂടെ, അതിന്റെ താലിക്കാത്തിലൂടെ പോയാലും ഹദീസിലൊക്കെ പോയാലും അത് കാണാൻ പറ്റും. അതായത് ഒന്ന്, ചിലത് നമുക്ക് വല്ല അഹ്സനു ഇങ്ങനെ പറയാനാണ് നല്ലത് എന്ന് പറയും. അതും ശരിക്കും ഒരു ഡിസഗ്രിമെന്റ് ആണ്, നേരെ പറയണില്ല എന്നുള്ളൂ. മനസ്സിലാണല്ലോ? ഇങ്ങനെ പറയാനാണ് കുറച്ചുകൂടി നല്ലത്, അല്ലെ ഇതാണ് കുറച്ചും കൂടി ഇങ്ങനെയാണ് പറയപ്പെടേണ്ടത് എന്ന് പറയും. മറ്റൊന്ന് നേരെ ഡയറക്റ്റ് ആയിട്ട് അതിനെന്ത് ചെയ്യും? എതിർത്ത് പറയും. ഞാൻ അതിനോട് യോജിക്കണില്ലാന്നോ, ഞാൻ അതിനോട് ഈ അഭിപ്രായം പ്രസക്തമല്ലാന്നോ, ഇതിന്റെ ദലീലിന് കൂവത്തില്ലാന്നോ, എന്താണെങ്കിലും അതിനെ നേരെ ക്രിട്ടിക്കലി എൻഗേജ് ചെയ്യും. അല്ലെ? കണ്ടുകണോ? അല്ലെ? അത്തരം താലികാത്തങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഉദാഹരണം പറഞ്ഞ് ദീർഘിപ്പിക്കാതെയാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പലയിടത്തും ഇതിങ്ങനെ ആവേശയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ വേറെ സാധനം വെച്ചാല് ഈ കോൺസെപ്റ്റുകളെ, പറയപ്പെട്ട കാര്യത്തെ തന്നെ ഒന്നും കൂടി റിഫൈൻ ചെയ്യും. റിഫൈനിങ് കോൺസെപ്റ്റ്സ്. എന്താ റിഫൈൻ ചെയ്യാന്ന് പറഞ്ഞാ? റിഫൈൻ ചെയ്യാറെന്താ? ഇവിടുന്നുള്ള വാങ്ങ. ആ, ശരി. റിഫൈനിങ് കോൺസെപ്റ്റ്സ്. എന്താ റിഫൈനിങ് കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ഖുർആനില് നമ്മൾ ചില ആയത്തുകളൊക്കെ എടുത്താല് ആ ആയത്തിന്റെ തഫ്സീറിൽ പോയി നോക്കിയാല് ആ തഫ്സീർ അതിന്റെ ഒരു സബബുൻ നുസൂലൊക്കെ അനുസരിച്ച് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ടോ? അല്ലെ? പക്ഷെ ഞങ്ങൾ കുറച്ച് മോഡേൺ തഫ്സീറുകൾ എടുത്തു നോക്കിയാൽ അതിനെ കുറച്ചുകൂടിയൊക്കെ പിന്നീട് വന്ന ആളുകൾ അവരുടെ താലിക്കാത്തിലൊക്കെ കുറിച്ച് വെച്ചത് കുറച്ചും കൂടി അതിനെ കോണ്ടെക്സ്ച്വലൈസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ കാണുന്ന ഇപ്പൊ ഒരു ആയത്ത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ കൈലായക്കൂന ദൂലത്തൻ ബൈനൽ അഗ്നിയായി മിൻകും, ഇത് ഒരു ആയത്താണ്. ഇത് എന്തിനെ കുറിച്ച് ഇറങ്ങിയതാണ് അറിയോ? എന്ത് സംബന്ധിച്ചുള്ള ആയത്താണ് അത്? സമ്പത്ത് സംബന്ധിച്ചുള്ള എന്നുള്ള കേൾക്കുമ്പോൾ മനസ്സിലാവുണ്ടോ? അതായത് വെൽത്ത് അക്യുമുലേറ്റഡ് ആവാൻ പാടില്ല. അത് നമ്മൾ ശരിക്കും ഇപ്പൊ അതിന്റെ ഒരു മോഡേൺ റീഡിംഗ് ആണത്. ആ കോൺസെപ്റ്റ് നമ്മൾ ഒന്നും കൂടി റിഫൈൻ ചെയ്ത് നമ്മളതിനെ ഒരു പുതിയ റീഡിംഗ് ആണ്. ഇപ്പൊ നമ്മളെ രാജ്യം എടുത്താൽ, നമ്മുടെ ഇന്ത്യയെ എടുത്താൽ, ഇന്ത്യയുടെ നമ്മുടെയൊക്കെ ഒരു ആവറേജ് ഇൻകം കണക്കാക്കി എങ്ങനെയാണ്? ഇന്ത്യയിൽ മൊത്തം വരുമാനം എടുത്തിട്ട് ഇവിടുത്തെ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇവിടെ നല്ല മുതലാളിമാരുണ്ടാവും, അവരടുത്തായിരിക്കും ട്രില്യൺ കണക്കിന് പൈസ ഉണ്ടാവുക. പക്ഷെ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എല്ലാവരിലേക്കും വരും. മനസ്സിലാവുണ്ടോ? പക്ഷെ വെൽത്ത് ഇവിടെ എന്താണ്? ശരിക്കും അക്യുമുലേറ്റഡ് ആണ്. അപ്പൊ ശരിക്കും സാമ്പത്തിക ശാസ്ത്രം പറയും വെൽത്ത് ഒരിക്കലും അക്യുമുലേറ്റഡ് ആവാൻ പാടില്ല, വെൽത്ത് സർക്കുലേഷൻ വേണം. നമ്മൾ സക്കാത്തൊക്കെ അതിനുള്ള മെക്കാനിസം ആയിട്ടാണ് പറയാം. വെൽത്ത് ഒരോടെ തന്നെ അക്യുമുലേറ്റഡ് ആവാതെ വെൽത്ത് എന്ത് ചെയ്യണം? ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം. ഞാൻ പറഞ്ഞത് ഈ ഒരു റീഡിങ് നിങ്ങൾ കുറച്ച് ബാക്ക് പോയാൽ തഫ്സീറുകളിൽ കാണാൻ കഴിയില്ല. ഈ ആയത്തിന്റെ വിശദീകരണങ്ങൾ നോക്കിയാൽ ഇത് ഫൈഹ് സംബന്ധിച്ച് വന്ന ആയത്താണ്. അതുമായി ബന്ധപ്പെട്ട് കുറെ മസായിൽ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ കുറച്ച് പിന്നിലേക്ക്, കുറച്ച് ഇങ്ങോട്ട് വരുമ്പോ ഈ ആയത്തിനെ കുറച്ചും കൂടി കോണ്ടെക്സ്ച്വലൈസ് ചെയ്തിട്ട് അതിന്റെ കോൺസെപ്റ്റിനെ ഒന്നുകൂടി എന്ത് ചെയ്തു? റിഫൈൻ ചെയ്തു. മനസ്സിലായോ? ശരിക്കും ഇതേ പ്രവർത്തനം ഇന്നിപ്പോ ഈ ഒരു പഠനത്തിന് ഞാൻ കാണുന്നതിന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ, ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ കുറെ പേപ്പറുകൾ നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ കുറെ കേൾക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഒരു കാര്യത്തിലായി കിട്ടണമെങ്കിൽ എന്തുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു സ്റ്റഗ്നേഷൻ ഉണ്ടായി എന്നത് ആലോചിക്കണം. ഇതെവിടെയോ ഒന്ന് അല്ലെ? ഇപ്പോ ഹാഷ് താലിക്കാത്ത് കുറവാണ്, അങ്ങനെ ആരോ ഇവിടെ പറ ആണോ? അല്ലേ? കുറവല്ലേ? മുമ്പത്തെ കാലത്ത് അത്ര എന്ത് വരുന്നില്ല, ഇടപെടലുകൾ വരുന്നില്ല, അതിനെ കോണ്ടെക്സ്ച്വലൈസ് ചെയ്യൽ വരുന്നില്ല, റീഅപ്ലൈ ചെയ്യുന്നില്ല. അപ്പൊ അതിങ്ങനെ മുമ്പ് എഴുതി വെച്ചൊരു അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ, അത് സംബന്ധിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അതിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞ് മുന്നോട്ട് പോവാണ്. അപ്പൊ അതിന്റെ ഒരു സ്റ്റഗ്നേഷൻ ഇപ്പൊ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾ എന്നുള്ള നിലക്ക് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്താ? ഇപ്പൊ ഞാൻ പല ക്ലാസ്സുകളിലും പോണതാണ്, ഒരുപാട് തരം കുട്ടികൾ. ഒരു തരം പാസീവ് ലേണിംഗ് ആണ്, എൻഗേജ് ചെയ്യുന്നില്ല. ഇപ്പോ ഖാദി അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു നിങ്ങൾ അറിയോ? ആരാണ്? ഹനഫി മദ്ഹബിലെ പ്രധാനപ്പെട്ട ആളാണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ ശിഷ്യനാണ്. ആ മദ്ഹബ് തന്നെ ഉണ്ടാവുന്നത് ഖാദി അബൂ യൂസുഫ് റളിയല്ലാഹു കൂടി മുഹമ്മദ് റളിയല്ലാഹു കൂടി വരുമ്പോഴാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം വായിച്ചാൽ മനസ്സിലാവും. അദ്ദേഹം പിന്നെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ ശിഷ്യനാണ്. അറിയില്ലേ? ചരിത്രം അറിയോ? അത് വളരെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. എല്ലാ അർത്ഥത്തിലും
പിന്നെ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയ അബൂ ഹനീഫ ഇമാമിന്റെ ചരിത്രത്തിൽ നിങ്ങൾക്ക് മൂപ്പരത് മനസ്സിലാക്കാൻ വേണ്ടി പറയണം. അവരൊക്കെ എങ്ങനെയാണ് ഇതിൽ എൻഗേജ് ചെയ്തിരുന്നത്, ഒരു പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് പോയിരുന്നത്, ചിന്തിച്ചിരുന്നത്. അദ്ദേഹത്തെ ഒരു അസുഖബാധിതനായി കിടക്കുന്ന ഒരു സമയം വരുന്നുണ്ട്. അങ്ങനെ അബൂ ഹനീഫ ഇമാം അദ്ദേഹത്തെ പോയി സന്ദർശിക്കുന്നുണ്ട്. ഏകദേശം അദ്ദേഹം മരിക്കും എന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. മൂപ്പര് അബൂ ഹനീഫ ഇമാം അദ്ദേഹത്തിന്റെ അടുത്തെന്ന് പറയുന്നുണ്ട്, ഇന്നി കുന്തുല അർജൂക മിൻ ബഅദി, എനിക്ക് ശേഷം ഒരാളായി ഞാൻ കണ്ടിരുന്ന ആളാണ്. അങ്ങനെ അബൂ ഹനീഫ ഇമാം അവിടുന്ന് മടങ്ങിപ്പോന്നു. പക്ഷെ അത്ഭുതകരമായി ഇദ്ദേഹത്തിന്റെ രോഗം ശിഫയായി, ഇദ്ദേഹം സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ വീണ്ടും ഉസ്താദിന്റെ ദർസിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് പിന്നെ അദ്ദേഹത്തോട് ഒപ്പമുള്ള ആൾക്കാർ പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണ്ട, ദർസിക്ക് പോകണ്ട, കാരണം നിങ്ങളെ ഉസ്താദ് നിങ്ങൾ വയ്യാതെ നടക്കുമ്പോൾ വന്നിരുന്നു, നിങ്ങളെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, അപ്പൊ നിങ്ങൾ ഇനി സ്വന്തമായിട്ട് ഒരു ദർസ് ആരംഭിക്കുകയാണ് വേണ്ടത്. അപ്പൊ മൂപ്പര് ആലോചിച്ചു, ആ ശരിയാണ്, എന്നാൽ ഞാൻ മൂപ്പര് ദർസിക്ക് പോകണ്ട, പുതിയൊരു ദർസ് ആരംഭിക്കും. അങ്ങനെ അബൂ ഹനീഫ ഉള്ള അതേ പള്ളിയിൽ വേറൊരു റുവാക്കിൽ മൂപ്പര് ദർസ് ആരംഭിച്ചു. അപ്പൊ അബൂ ഹനീഫിന് തോന്നി ഒരു പണി കൊടുക്കണം എന്ന്, കാരണം ഒരാളായി എന്നൊക്കെ തോന്നിയിട്ടാണല്ലോ ഇപ്പൊ ഇതിന് പോകുന്നത്. അപ്പോ ഉസ്താദ് അബൂ ഹനീഫ ഇമാം തന്റെ ദർസിലിരുന്ന ഒരു കുട്ടിനോട് ചെന്നിട്ട് അബൂ യൂസുഫ് റളിയല്ലാഹുവിനോട് ചോദ്യം ചോദിക്കാൻ പറഞ്ഞു. ചോദ്യം പറഞ്ഞു കൊടുത്തു. ചോദ്യം ഇതാണ്: ഒരാൾ ഒരു തയ്യൽക്കാരന്റെ ടൈലർ ഷോപ്പിൽ പോയിട്ടൊരു ഷർട്ട് തുന്നാൻ ഏൽപ്പിച്ചു. പിന്നെ ഇയാൾക്ക് ഒരു ഡേറ്റ് കൊടുക്കുമല്ലോ, ഇന്ന ഡേറ്റിൽ വന്ന് വാങ്ങിക്കോളിന്. ആ ഡേറ്റിന് ചെന്നപ്പോ ആ കടക്കാരൻ പറഞ്ഞു, അങ്ങനെ ഒരു ഷർട്ട് നിങ്ങളിവിടെ തന്നിട്ടില്ല, നിങ്ങളിവിടെ തുന്നാനൊന്നും തന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അയാളോട് കുറെ ഭാഗവത്തിൽ, പക്ഷെ അയാൾ എന്ത് പറഞ്ഞാലും സമ്മതിക്കൂല, നിങ്ങൾ അങ്ങനെ ഒരു സാധനം ഇവിടെ തന്നിട്ടില്ല. അവസാനം ഇയാള് ഷുർത്തിയിൽ പോലീസിൽ പരാതി നൽകി. പോലീസ് വന്നു. അവിടുന്ന് ഇയാളെ ഏൽപ്പിച്ച തുണി എന്ത് ചെയ്തു, ഷർട്ട് കിട്ടി, സംഗതി കിട്ടി. അങ്ങനെ ഇയാൾക്ക് അത് കൊടുത്തു. അപ്പൊ ചോദിക്കുകയാണ്, മസല ഇതാണ്. അബൂ ഹനീഫ പറഞ്ഞത്, ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞിട്ട് അബൂ യൂസുഫ് റളിയല്ലാഹുവിനോട് ചോദിക്കണം, എന്ത് തയ്യലിന്റെ കൂലി കൊടുക്കണോ കൊടുക്കണ്ടേ? കാരണം ഇയാൾ ഇവിടെ ഇല്ലാന്നല്ലേ പറഞ്ഞേ, അല്ലേ? കൊടുക്കണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കൊടുക്കണോ? നിങ്ങളിപ്പോ പഠിച്ച ഫിഖ് പ്രകാരം കൊടുക്കണോ കൊടുക്കണ്ടേ? കൊടുക്കണോ വേണ്ട? കൊടുക്കണോ? എന്താ കൊടുക്കണം എന്ന് പറയാൻ കാരണം? ഏതായാലും അബൂ ഹനീഫ ഇമാം പറഞ്ഞയച്ച കുട്ടിനോട് പറഞ്ഞു, ഈ ചോദ്യം ചോദിക്കുക, കൊടുക്കണം എന്നാണ് മൂപ്പര് മറുപടി പറയണമെങ്കിൽ അപ്പൊ അഖ്തഅ്ത പറയണം, ഉത്തരം തെറ്റാണ്. ഇനി കൊടുക്കണ്ടാന്നാണ് മൂപ്പര് മറുപടി പറയണമെങ്കിൽ അപ്പോഴും പറയണം എന്ത്, അഖ്തഅ്ത. രണ്ടായാലും എന്താണ്, തെറ്റാണ്. അപ്പൊ ചെന്ന് ചോദിച്ചപ്പോ കൊടുക്കണം എന്നാണ് മൂപ്പര് ആദ്യം മറുപടി പറഞ്ഞത്. അപ്പൊ അഖ്തഅ്ത എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് പെട്ടെന്ന് ആലോചിച്ചാൽ അല്ലല്ല കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു എന്ത്, അഖ്തഅ്ത. രണ്ടും തെറ്റാണ്. അപ്പോ അബൂ യൂസുഫ് റളിയല്ലാഹുവിന് തോന്നി, ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ടല്ലോ എന്ന്. എന്റെ പിന്നിൽ ആരോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഉസ്താദ് ദർസ് എടുത്തുന്ന സ്ഥലത്തേക്ക് ചെന്നു. ഉസ്താദിക്ക് ഒരു സംശയം ചോദിക്കാണ്ടെന്നാണ്. ഉസ്താദ് മെയിൻ ചെയ്യില്ല. അപ്പൊ കുറച്ചും കൂടി അടുത്തേക്ക് ചെന്നു. ഉസ്താദ് മെയിൻ ചെയ്യണില്ല. അങ്ങനെ ലാസ്റ്റ് ഉസ്താദിന്റെ അടുത്ത് പോയി ഇരുന്നു. അങ്ങനെ അവസാനം ഉസ്താദ് വിഷയം പറയാം. അങ്ങനെ അവര് മസലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്തു. ഇവിടെ തന്നെ ദർസിൽ തന്നെ കുറച്ചുകൂടി തുടരാൻ പറഞ്ഞു. അപ്പൊ ഇതില് പിന്നെ ഈ മസലയിൽ ഒരു റീസണിങ് എന്താ വെച്ചാൽ, ഈ രണ്ടു പറഞ്ഞത് ശരിയാണ്. കാരണം കൊടുക്കണം എന്നും കൊടുക്കണ്ട എന്നുള്ള ഒരു യെസ്സോറിന് ഉത്തരം അതിനില്ല. മനസ്സിലാണ്ടോ? നമ്മളെപ്പോഴും ഉത്തരങ്ങൾ അങ്ങനെ ഒരു യെസ്സോറിനായിട്ട് കാണേണ്ട കാര്യമില്ല. അതിന് രണ്ട് സാഹചര്യങ്ങൾ വെച്ചിട്ടാണ്. അപ്പോ അബൂ ഹനീഫ മറുപടി പറഞ്ഞത്, ഇയാളുടെ അളവിനാണ് തയ്ച്ചതെങ്കിൽ പൈസ കൊടുക്കണം. കാരണം ഇപ്പൊ തയ്ക്കുമ്പോ ഇയാൾക്ക് വേണ്ടിട്ട് തന്നെയാണ് തയ്ച്ചത്. മനസ്സിലാണ്ടോ? അതല്ല, ഇയാളുടെ അളവിനല്ല തയ്ച്ചതെങ്കിൽ എന്ത് ചെയ്യണ്ട, കൊടുക്കണ്ട. തയ്ക്കുമ്പോ ഇയാൾക്ക് വേണ്ടിയിട്ടല്ല തയ്ച്ചത്. അപ്പൊ ഇതില് ഇവരൊക്കെ ഈ അബൂ യൂസുഫ് റളിയല്ലാഹു എന്നൊക്കെ പറഞ്ഞാൽ മൂപ്പരെ ചരിത്രങ്ങൾ വായിച്ചാൽ മനസ്സിലാവും, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹുവിനോട് തന്നെ, കാരണം ഈ താലീഖാത്തൊക്കെ രൂപപ്പെട്ട കാര്യം ആലോചിച്ച് നമുക്ക് അറിയാൻ പറ്റും. ക്ലാസ്സുകളിൽ നടന്ന എൻഗേജ്മെന്റുകളാണ്, ചിലത് തിരിച്ചു ചോദ്യങ്ങളാണ്. ഇവര് അബൂ ഹനീഫ ഇമാമിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് പോന്നാല് ഇവര് ശിഷ്യന്മാർ കൂടി ഇരുന്നിട്ട് ആ പറഞ്ഞതുകളെ അനലൈസ് ചെയ്യുന്നു. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞ തരം എൻഗേജ്മെന്റുകൾ ഉണ്ട്, അൾട്ടർനേറ്റീവ് റീസണിങ് ഉണ്ട്. മനസ്സിലാവുണ്ടോ? അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞത് ഏതെങ്കിലും മനസ്സിലാവാത്തത് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യലുണ്ട്, ക്രിട്ടിക്കൽ എൻഗേജ്മെന്റ് ഉണ്ട്, കോൺസെപ്റ്റുകൾ റിഫൈൻ ചെയ്യലുണ്ട്, ഇതെല്ലാം ഉണ്ട്. എന്നിട്ട് ഇവർ കൂടിയാലോചിച്ചതിന് ശേഷമാണ് ഇവരുടേതായിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരുന്നത് എന്ന് ഇമാം അബൂ യൂസുഫ് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് ഓരോരുത്തരും ഇങ്ങനെ
കേൾക്കുന്നത് എഴുതിയെടുക്കുകയല്ല, കേട്ടിട്ട് നമ്മളൊന്ന് അതിന് ഇരുന്നിട്ട് നമ്മളൊന്ന് ഇന്റേണലൈസ് ചെയ്തിട്ട് പിന്നെ എഴുതിയെടുക്കുക. ശരിക്കും അതാണ് ശരിക്കും ഒരു 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 സംഗതി ഇൽമാവണമെങ്കിൽ അത് ആവശ്യം. വെറുതെ എഴുതി വെച്ചോണ്ടാവോ? ഞാൻ പറയണു നിങ്ങൾ ഇങ്ങനെ പോയിന്റ് എഴുതുന്നു, അതുകൊണ്ട് മാത്രം അത് ഇൽമാവുന്നില്ല. ശരിക്കും ഈ താലീഖാത്തെ സംബന്ധിച്ച് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ഒരു പരാമർശമുണ്ട്. നിങ്ങൾ ഗസാലി ഇമാം തന്റെ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നതിൽ തന്നെ എഴുതി വെച്ചൊരു സംഗതിയാണ്. മൂപ്പരെ കൊള്ളക്കാര് തടയുകയും മൂപ്പരത്തുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ പറഞ്ഞു. ആ മൂപ്പരത്ത് ആകെ ഒരു സമ്പാദ്യമായിട്ട് ഉണ്ടായിരുന്നത് മൂപ്പര് എഴുതിയ താലീഖാത്താണ്. മൂപ്പരിന്റെ കയ്യിലൊന്നുമില്ല. ഞാൻ എത്രയോ കാലമായിട്ട് എഴുതിയ ഈ താലീഖാത്തുകൾ മാത്രമേ എന്റെ കയ്യിലുള്ളൂ, നോട്ട്സേ കയ്യിലുള്ളൂ. അപ്പൊ കള്ളനെ അപ്പോഴും പിടിച്ചു വാങ്ങി. അപ്പോഴും ഹസാലിമ പറയാണ്, ഇതിൽ വേറെ ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ, ഇതുകൊണ്ടാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യമില്ല, അതുകൊണ്ട് എനിക്കത് തിരിച്ചേൽപ്പിക്കണം. അപ്പൊ ഇയാൾ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആര്? കള്ളൻ. എന്താ ചോദിച്ചു? നിങ്ങൾ കേട്ടുക്കണ ചരിത്രം? തിരിച്ചു ചോദിച്ചു, കൈഫ തദ്ദഇൽ ഇൽമ വഅന അഖത്തുഹു. നിങ്ങൾക്ക് ഇൽമുണ്ട്, നിങ്ങൾ എങ്ങനെ പറയാ? അത് അടുത്തില്ലേ? ഇപ്പൊ നിങ്ങളെ ഇൽമൊക്കെ എന്റെ അടുത്തായില്ലേ? നിങ്ങൾക്ക് ഇൽമുണ്ട്, നിങ്ങൾ എങ്ങനെ വാദിക്കുക? അപ്പൊ ഈ ചോദ്യം ഹസാലിമാം തന്നെ പറയാണ്, ഇതിനെ കൂടുതൽ ചിന്തിപ്പിച്ചു. കാരണം പേപ്പറുകളിൽ ഇങ്ങനെ ഉണ്ടായിട്ട് എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. അതിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ക്ലാസ് ഒക്കെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവണമെങ്കിൽ, നമ്മുടെ ഈ എൻഗേജ്മെന്റുകളൊക്കെ കുറച്ചും കൂടി ഉഷാറാവണമെങ്കിൽ, ഒരാൾക്കും അതിനെ ഞാൻ പറയല്ല, നമ്മുടെ ഒരു ഇന്റേണലൈസ് ചെയ്യുന്നത് ഒരാളെ വിടരുത്. ആ ഇന്റേണലൈസേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നമ്മുടേതായ നോട്ട് എഴുതുന്നത്. ഇപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ പറഞ്ഞല്ലേ, നമ്മൾ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ എന്തോ അവതരിപ്പിച്ചു പോയി, ആ അവതരണം കഴിഞ്ഞാൽ നമുക്ക് കുറെ കാര്യങ്ങൾ ഓൾറെഡി അറിയണതായിരിക്കും, അല്ലെ ചില പുതിയ ഡാറ്റാസോ അയാൾ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അറ്റ് ലാസ്റ്റ് ഒരു ചോദ്യമായിരിക്കും. എന്താ ചോദ്യം? എന്നിട്ട് എന്താണ്? മനസ്സിലാവണ്ടോ? ഇപ്പൊ ഞാൻ കുറെ ആയത്തുകൾ ഓതി, കുറെ ഹദീസുകൾ കൊടുന്നു, വേറെ കുറെ തെളിവുകൾ കൊടുന്നു, എന്നിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല, അതുകൊണ്ട് കാര്യമുണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞ ഐഡിയ കിട്ടിയാലോ? അതായത് എന്നിട്ട് എന്താണെന്നുള്ളൊരു ചോദ്യം ഉണ്ട്. ഇപ്പൊ നമ്മൾ പല പഠനങ്ങൾക്കും ഇത്തരം റിസർച്ച് പേപ്പറുകൾക്കും ഒക്കെ ഉത്തരം മുട്ടുന്നത് ആ പോയിന്റിലാണ്. ഇപ്പൊ ഞാൻ നേരത്തെ സ്ത്രീ വിദ്യാഭ്യാസങ്ങളോട് എടുത്ത് ചോദിക്കാനുള്ള കാരണം അതാണ്. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാ അതിന്റെ ജസ്റ്റിഫിക്കേഷൻ എന്താണ്? അത് എവിടെയെങ്കിലും താലീഖാത്തുകളിലുണ്ടോ? എവിടെയെങ്കിലും കിതാബുകളിലുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ പുതിയ താലീഖാത്ത് എഴുതണം. അതാണ് ഞാൻ പറയണത്. ഈ ഫത്വകളുടെ അവിടെ അല്ലെങ്കിൽ ഈ പുതിയ നമ്മൾ മസലകൾ പറഞ്ഞെടുത്ത് എന്താണ് നമ്മുടെ ഇന്നത്തെ ജസ്റ്റിഫിക്കേഷൻ നമ്മളൊക്കെ അവിടെ എഴുതാൻ പറ്റണം. അപ്പോഴേ നമ്മളിതിൽ എൻഗേജ് ചെയ്യണുള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ ഇതാണ് നമ്മളോട് നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ അഡ്രസ് ചെയ്യുന്ന സമൂഹം ഇപ്പൊ നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ തന്നെ വളരെ കുറവാണ്. കാരണം നമ്മളിങ്ങനെ നമ്മൾക്കിടയിൽ മസലകൾ പറയാം, ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതിൽ അപ്പുറം ഒരു ടീം നമ്മുടെ അപ്രോച്ച് ചെയ്യുന്ന പോലും ഇല്ല. രണ്ട് കാരണം കൊണ്ടാണ്. ഒന്നുപോലും മനസ്സിലാക്കുന്ന ഇവരോട് ചോദിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്ത് ചോദിച്ചാലും പറ്റൂല എന്നുള്ളൊരു ഉത്തരമാണ് കിട്ടുക. അങ്ങനെ ഒരു മുൻധാരണ. രണ്ടാമതൊരു ധാരണ, ചോദിച്ചു വന്ന ആളുകൾക്ക് നമ്മൾ ഈ പറഞ്ഞ മാതിരി അത് ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞു, ഹദീസിൽ ഇങ്ങനെ പറഞ്ഞു, ഫിഖിയിൽ ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ഒരു ചോദ്യം ഒരു 2-3 ആൾ പറഞ്ഞു കൊടുക്കും. പിന്നെ അവൻ ചോദിക്കുന്ന സബ് ക്വസ്റ്റ്യനുകൾക്ക് നമ്മൾക്ക് ഉത്തരമില്ല. ആ സബ് ക്വസ്റ്റ്യനെ കുറിച്ച് നമ്മൾ സിമ്പിൾ ആയിട്ട് മറുപടി പറയും. എന്താ ഖുർആൻ പറഞ്ഞാൽ പിന്നെന്താ ഹദീസ് പറഞ്ഞാൽ പിന്നെന്താ അതിന്റെ അപ്പുറത്ത് ചോദിക്കാനുള്ളത്? എന്നാ ശരി, അസ്സലാമു അലൈക്കും, ഓൻ പോയി. പക്ഷെ ഓന്റെ മനസ്സ് ഓൻ സാറ്റിസ്ഫൈഡ് ആണോ? അല്ല. ഞാൻ പറഞ്ഞത് ഞാൻ പറയില്ല, നിങ്ങളിപ്പോ മാർജിനലുകളിൽ എഴുതപ്പെട്ടതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് അവര് മനസ്സിലാക്കാൻ ശ്രമിച്ചു, ഇന്റേണലൈസ് ചെയ്യാൻ ശ്രമിച്ചു, റീഅപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു, റീകോണ്ടെക്ച്വലൈസ് ചെയ്യാൻ ശ്രമിച്ചു എന്നതിന്റെ തെളിവാണ്. ശരിക്കും ഫത്തുൽ മൊയിനിലൊക്കെ എടുത്തു നോക്കിയാൽ കുറെ നാടൻ ഉദാഹരണങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അല്ലെ, ആൾക്കാർക്ക് അപ്പോഴല്ലേ ഇത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കുറെ ആയത്തോതി, കുറെ ഹദീസോതി, കുറെ ഇബാറത്തുകൾ പറഞ്ഞു, എന്നിട്ട് എന്താ നമ്മൾ പറയും ക്വസ്റ്റ്യനിങ് അസംഷൻസ്. ഇത് നിർബന്ധമായിട്ട് നമ്മൾ ഇതിൽ ഫസ്റ്റ് എൻഗേജ്മെന്റിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. അത് പറഞ്ഞതിന് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, അതിനെ കുറച്ചും കൂടി പിന്നെ അൾട്ടർനേറ്റീവ് റീസണിങ് നടത്തി കൊടുക്കുക, അത് പറയേണ്ട കാര്യമില്ല. അത് അതിനോട് മുവാഫിക്കായ ഒരു ശ്രമമാണ്. പക്ഷെ അതിന്റെ അപ്പുറത്തുള്ള ശ്രമമാണ് ഈ പറഞ്ഞ ക്രിട്ടിക്കൽ എൻഗേജ്മെന്റ്. അതിൽ വരുന്ന ഒരു കാര്യമാണ് ക്വസ്റ്റ്യനിങ് അസംഷൻസ്. ഈ ക്വസ്റ്റ്യനിങ് അസംഷൻസ് നടക്കണം. അത് നടക്കുമ്പോഴാണ് അവിടെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാനും. ഇപ്പൊ ഞങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അത് മനസ്സിലാവേണ്ട ഒരു ഉദാഹരണം പറഞ്ഞാൽ, കിതാബിനോട് അതിന് ബന്ധമല്ല. പിന്നെ ഒരു സായിപ്പ് നാട്ടിൽ വന്ന സമയത്ത് കടപ്പുറത്ത് കൂടെ അങ്ങനെ കാഴ്ചയും കണ്ട് നടക്കുകയാണ്. അപ്പോ ഒരു സാധുവായ മുക്കുവൻ അപ്പുണ്ണി കടൽ തീരത്തിരിക്കുന്നുണ്ട്. അപ്പൊ അപ്പുണ്ണിനെ കണ്ടപ്പോ സായിപ്പിന് ഭയങ്കര
ഒരു ദൈന്യത അല്ലെ, ഒരു പാവം കടപ്പുറത്ത് ഇങ്ങനെ ഇരിക്കണു. അപ്പൊ അപ്പുണ്ണിയെ പോലെ സായിപ്പ് പരിചയപ്പെട്ടു. അപ്പൊ സായിപ്പ് അപ്പുണ്ണിനോട് ചോദിക്കുകയാണ്, എന്താണ് പേര്, എന്താണ് ജോലി? അപ്പൊ അപ്പുണ്ണി പറഞ്ഞു, ഞാനിവിടെ മുക്കുവനാണ്, പിന്നെ കടലിൽ പോയി മീൻ പിടിച്ചു വരലാണ്. ഓക്കെ. എന്നിട്ട് അന്ന് പോയി പണി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇയാൾ പറയാണ്, നീ ഇന്ന് പോകൂലേ എന്ന് ചോദിച്ചു. അപ്പൊ ഓൻ പറഞ്ഞില്ല, ഞാൻ ഇന്ന് പോയി പോന്നു. അപ്പൊ ഇയാൾ ചോദിച്ചു, ഒരു പ്രാവശ്യം കൂടി എനിക്ക് പോയിക്കൂടെ, ഇന്നൊരു പ്രാവശ്യം കൂടി. അപ്പൊ അപ്പുണ്ണി ചോദിച്ചു, അതുകൊണ്ട് എന്താ, എന്നിട്ട് എന്താന്ന് ചോദിച്ചില്ലേ? ആ ചോദ്യമാണ് ഇത്. പല കാര്യങ്ങളും നമുക്ക് ആ ഒരു ചോദ്യം നമ്മളെ തലയിൽ വന്നാൽ തന്നെ നമുക്ക് പഠനം ഇൻട്രസ്റ്റിംഗ് ആവും. എന്നിട്ട് എന്താ, ഒരു പ്രാവശ്യം കൂടി പോയിട്ട് എന്താ? അപ്പൊ സായിപ്പ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി അധികം വരുമാനം കിട്ടുമല്ലോ. അപ്പൊ അപ്പുണ്ണി ചോദിച്ചു, എന്നിട്ടെന്താ? അപ്പോ സായിപ്പ് പറഞ്ഞു, എനിക്ക് കുറച്ചുകൂടി വരുമാനം കിട്ടിയാൽ എനിക്കത് എന്റെ ഡെയിലി ഉപയോഗം കഴിഞ്ഞിട്ട് എന്ത് ചെയ്താ, സേവ് ചെയ്തേക്കാം. അപ്പൊ അപ്പുണ്ണി ചോദിച്ചു, എന്നിട്ടെന്താ? അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഓരോ ദിവസവും പണിക്ക് പോയിട്ട് കിട്ടുന്നത് ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചാല് ഇപ്പൊ വേറെ ആളെ തോണിയിലാണല്ലോ മീൻ പിടിക്കാൻ പോകുന്നത്, നമുക്ക് കുറച്ചായിട്ട് സ്വന്തമായിട്ട് ഒരു തോണി വാങ്ങാം. അപ്പൊ അപ്പുണ്ണി ചോദിച്ചു, എന്നിട്ടെന്താ? അപ്പൊ പറഞ്ഞ്, നമുക്ക് സ്വന്തമായിട്ടൊരു തോണി ആയാലേ പിന്നെ എനിക്ക് ഇപ്പൊ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം കിട്ടും. അപ്പൊ എനിക്ക് കുറച്ചും കൂടി പൈസ എന്ത് ചെയ്യാ, സേവ് ചെയ്യാം. അപ്പുണ്ണി ചോദിച്ചു, എന്നിട്ടെന്താ? അപ്പൊ അയാൾ പറഞ്ഞു, അങ്ങനെ ആയാലേ കുറച്ച് കഴിഞ്ഞാല് അനക്ക് കുറെ ബോട്ടുകളായി, പിന്നെ അനക്ക് പണിക്ക് പോണ്ട, വേറൊരു പണിക്ക് പോയിട്ട് അനക്ക് എന്ത് ചെയ്യും, പൈസ കൊടുന്നു തരും. അപ്പുണ്ണി ചോദിച്ചു, എന്നിട്ടെന്താ? അപ്പൊ സാഹിബ് പറഞ്ഞു, അങ്ങനെ ആയാല് അണക്കിന്റെ പോലെ അങ്ങനെ എന്ത് ചെയ്യാ, കടപ്പുറത്ത് കൂടെ കാറ്റ് കൊണ്ട് കണക്ക് വരുമാനം അങ്ങനെ വരും ചെയ്യുന്നു. അപ്പൊ അപ്പുണ്ണി പറഞ്ഞു, അതല്ലേ അപ്പൊ ചെയ്യുന്നത്. അപ്പുണ്ണിപ്പോ അതിനല്ലേ ചെയ്യുന്നത്, രാവിലെ പണിക്ക് പോയി വന്നു, കാറ്റുകൊണ്ടിരിക്കുകയാണ് അല്ലേ, അതിന് ഇത്ര ഇടങ്ങാറാവണമെന്നാണ് അപ്പുണ്ണിയുടെ ചോദ്യം. ഓൾറെഡി ഞാൻ ചെയ്യണ പണിയല്ലേ അത്. അതായത് ഒരു ഞമ്മക്കിതില് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഈ ഒരു പ്രശ്നം, ഈ ഒരു ക്വസ്റ്റ്യനിങ് മെന്റാലിറ്റി, അതായത് നമുക്കൊരു സാധനം മനസ്സിലാവണമെങ്കിലുള്ള സംഗതിയാണത്. നമുക്കൊരു സംഗതി മനസ്സിലാവണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിങ് അസംഷൻസ്, ഈ ഒരു സ്കില്ല് നമുക്ക് ആവശ്യമാണ്. ഇതിപ്പോ ശരിക്കും ഒരു ജീവിത കാഴ്ചപ്പാട് അപ്പുണ്ണി അവിടെ പറയുന്നുണ്ട്, നമ്മൾ തന്നെ പഠിക്കുന്ന വിഷയമാണ്. ഇതിപ്പോ എന്താ, വേറൊരാൾക്കും നമ്മളെ കോൺഫിഡൻസ് തകർക്കാൻ കഴിയില്ല. പക്ഷെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ നമ്മൾ വേറൊരാളെ കുറിച്ച് കമ്പയർ ചെയ്യുമ്പോഴല്ലേ നമ്മളെ കോൺഫിഡൻസ് പോണത്. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഏതോ ഒരു നിയമം പറയുമ്പോൾ, ഏതോ ഒരു കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ വേറെ ആരോ എന്തോന്ന് പറയുമ്പോൾ ചിലരൊക്കെ തെളിവ് ഇങ്ങനെ എഴുതി കൊടുന്നേക്കും. അതിന് എന്താ തെളിവ് എന്നുള്ളത് അറിയില്ല, അങ്ങനെ ഒരു തെളിവൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മളത് ചോദിക്കൂല. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളിപ്പോ ഇനി വേറെ പരാമർശങ്ങൾ പ്രസന്റേഷനുകളിലൊക്കെ വന്നു പോയിട്ടുണ്ടാവും, അതിലൊക്കെ വെറുതെ ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് എന്നിട്ടിപ്പോ എന്താ ആയത്? ആ ഒരു ആലോചനകൾ എന്ന് തുടങ്ങുന്നുവോ ഈ പഠനം വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇത്രത്തോളം ബുദ്ധി എൻഗേജ് ചെയ്യുന്ന മറ്റൊരു ഡിസിപ്ലിൻ പൊതുവെ നമുക്ക് കാണാൻ കഴിയില്ല. അത്ഭുതമാണ്. നിങ്ങൾ അല്ലെങ്കിൽ ചരിത്രം എടുത്ത് നോക്കി, ഇപ്പൊ നമ്മള് ഒറ്റ കാര്യം പറയാം, നമ്മളിപ്പോ ഇന്ത്യയില് ടെക്സ്റ്റുകൾ, പുസ്തകങ്ങൾ എടുത്തു നോക്കിയാൽ ആ ടെക്സ്റ്റ് രൂപപ്പെട്ടതിന്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമം രൂപപ്പെട്ടതിന്റെ പിന്നിൽ നടന്ന ഡിബേറ്റുകൾ രേഖപ്പെടുത്തപ്പെട്ടത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ആണ് അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ്സ് ഉണ്ടല്ലോ അല്ലെ, കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്ന ഓരോന്നും അതിന്റെ പിന്നിൽ എന്തൊക്കെ ഡിബേറ്റുകൾ നടന്നു എന്ന് വന്നിട്ടുണ്ട്. പക്ഷെ അത് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് മാത്രം നിൽക്കുന്നു. പക്ഷെ നിങ്ങൾ നമ്മുടെ ഒരു ഇസ്ലാമിക് തോട്ടിന്റെ ചരിത്രം എടുത്തു നോക്കി, നിങ്ങളിപ്പോ ഇവിടെ അവതരിപ്പിക്കുന്നത് അതാണല്ലോ. ഫിഖ് എടുത്താൽ, ഹദീസ് എടുത്താൽ, തഫ്സീർ എടുത്താൽ, അഖീദ് എടുത്താൽ, ഇവൻ അഖീദ് എടുത്താൽ പോലും ഈ ഡയലോഗുകൾ കാണാൻ പറ്റും. ഈ നിയമം എങ്ങനെയാണ് രൂപപ്പെട്ടത്, ഈ നിയമത്തിൽ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, അങ്ങോട്ട് പറഞ്ഞു, ഇങ്ങോട്ട് പറഞ്ഞു. അതിന്റെ പിന്നിൽ ഒരു ഡിബേറ്റ് ഉണ്ട്. വെറുതെ എന്തോ കുറച്ച് പദങ്ങളല്ല. അപ്പൊ നമ്മൾ ഖുർആാനിനെ കുറിച്ച് പറയുമ്പോൾ പറയും, പിന്നെ ഖുർആന് തെറ്റൂല. ഖുർആന് തെറ്റുവോ? അല്ല, ഖുർആന് തെറ്റൂല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഖുർആന് ഒന്നും സംസാരിക്കണില്ലല്ലോ, ഉണ്ടോ? ഖുർആൻ ഒരു കാര്യം സംസാരിക്കുന്നുണ്ടോ? ഖുർആൻ സംസാരിക്കുന്നത് എങ്ങനെ? നമ്മുടെ ഫഹമിലൂടെയാണ് ഖുർആൻ സംസാരിക്കുന്നത് അല്ലേ. ഖുർആൻ ഒരു റെവലേഷൻ നിലക്ക് അത് അവിടെ നിൽക്കുമ്പോൾ തന്നെ അത് സമൂഹത്തിലേക്ക് വരുന്നത്, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് വരുന്നത് ഏതിലൂടെയാണ്? നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ്, നമ്മുടെ ഫഹമിലൂടെയാണ്. നമ്മുടെ ഫഹമിന് പറ്റുമോ? പറ്റൂലേ? നമ്മുടെ ഫഹമിന് പറ്റൂലേ? പറ്റൂലേ? അല്ല, അതുകൊണ്ട് തന്നെയല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കി, തീവ്രവാദത്തെ എതിർക്കുന്നവരും തീവ്രവാദം പറ്റൂല എന്ന് പറയുന്നവരും എന്താണ് കോട്ട് ചെയ്യുന്നത്? ഖുർആനാണ് കോട്ട് ചെയ്യുന്നത്. ശരിക്കും ഈ ഒരു മാറ്റം പിന്നെ സയ്യിദ് റമദാൻ ബൂത്തിയൊക്കെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ വല്ലാതെ എടുത്തു വെച്ചിട്ടുണ്ട്. വായിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ കിട്ടും.
അതായത് എല്ലാ സംഗതികളിലും ഉണ്ട്. നമ്മുടെ ഫഹ്മാണ് പ്രധാനം. ആ ഫഹ്മ് ശരിയാവണം. ആ ഫഹ്മിൽ ആവശ്യമായ അതിന്റെ ഒരു ബേസ് കാര്യമാണ് ഈ ക്വസ്റ്റ്യനിങ് അസംഷൻസ്. ഒരാൾ ആയത്തോണ്ട് ഓതുമ്പോ നമ്മൾ ആ ആയത്ത് ഓതിയോണ്ട് എന്താ, ആ ആയത്ത് ഈ പറഞ്ഞതും എന്താ ബന്ധം? പറഞ്ഞ മനസ്സിലായില്ലേ? ഒരാളൊരു ഹദീസ് ഓതി, ഹദീസിലെ ശരി എന്നാ. അപ്പൊ പണ്ട് തമാശക്ക് പറയലുണ്ട്, വെള്ളിയാഴ്ചയൊക്കെ പള്ളിയുടെ മുമ്പിലൊക്കെ വത്തക്ക കച്ചവടം ചെയ്യണവരൊക്കെ ഇങ്ങനെ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്കലൽ ബിത്തി ദഖലൽ ജന്ന ഓതി ഇങ്ങനെ. അപ്പൊ കുറെ ആൾക്കാർ വേഗം പോയിട്ട് ഇങ്ങനെ വാങ്ങിപ്പോരും. ഉണ്ടാക്കിയ പൊതുവായ ഹദീസാണ്. നമ്മളെ പോലത്തെ കുറെ ആൾക്കാരാണെങ്കിൽ അൽഹംദുലില്ലാഹ് എന്നൊരു വത്തക്ക നമുക്ക് കൊടുത്തോന്ന് പറയും. കാരണം നമുക്ക് ഹദീസല്ലേ, ഒന്നും ചോദിക്കാൻ പാടില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഒരു ആയത്ത് എന്നുള്ളവർക്ക് അത് അള്ളാഹു എല്ലാ അർത്ഥത്തിലും സംരക്ഷിച്ചതാണ്, നഷ്ടപ്പെട്ടിട്ടില്ല, കൂട്ടിച്ചേർക്കലുകളില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അതിനെക്കുറിച്ച് അതൊരു ആയത്ത് ഓതിയിട്ട് ഒരാൾ ഒരു കാര്യം പറയുമ്പോ, ഒരു ഹദീസ് ഓതിയിട്ട് ഒരാൾ ഒരു കാര്യം പറയുമ്പോ നിങ്ങൾ അത് നിങ്ങളുടേതാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടേതാവണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ആ വിഷയത്തിൽ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യനുകൾ നിർബന്ധമായിട്ട് ചോദിക്കണം. ആ ക്വസ്റ്റ്യനുകൾ ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടിയാൽ, അത് ഞാൻ ആവർത്തിച്ചു പറയാണ്, ചിലപ്പോൾ മറുപടി കിട്ടൂല. നിങ്ങൾ ചോദിച്ച ആൾക്ക് അറിയില്ലെങ്കിലോ മറുപടി കിട്ടുമോ? കിട്ടൂല. നമ്മൾ അത് നമ്മുടെ തലയിൽ കൊണ്ടു നടക്കണം. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ക്ലാരിറ്റി ഉണ്ട്, വിഷയത്തിൽ കിട്ടുന്ന ഒരു ക്ലാരിറ്റി ഉണ്ട്. ആ ക്ലാരിറ്റിയാണ് നമ്മൾ സമൂഹത്തോട് പറയേണ്ടത്. ഇപ്പൊ ഒരുപാട് സംഗതികളിൽ ഇപ്പൊ നമ്മൾ പറയുന്നത്, ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസത്തിന്റെ കാര്യം, അങ്ങനെ പല ആചാരങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നഹ്സുമായി ബന്ധപ്പെട്ട് ഉദാഹരണം, നമ്മൾ കഴിഞ്ഞ കാലത്തൊക്കെ പണ്ഡിതന്മാരെ പോലെ താലീഖാത്ത് കൂടെ ഒക്കെ പോയാൽ അത് ഹദീസിന്റെ ആയിട്ട് ഫിഖിന്റെ ആയിട്ട് അവിടെ ഒക്കെ പോയാൽ പലതും എഴുതി വെച്ചത് കാണും. അത് കാരണം അതിൽ അഭിപ്രായാന്തരങ്ങളുണ്ട്, ഇല്ല നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ ഏത് വിഷയങ്ങൾ എടുത്താലും, ഇപ്പൊ ഞാൻ ഈ അടുത്ത് വെറുതെ ഒരു കൗതുകത്തിന് ഫത്റുൽ മൊയ്ൻ എടുത്തു. അതിൽ കരിക്കപ്പാറ കുറെ ആൾക്കാർ പലരും ഉണ്ടല്ലോ താലീഖാത്ത്. വെറുതെ ഇതിന്റെ മുമ്പ് ഇതുപോലെ സംബന്ധിച്ച് വേറെ ഒരു സ്ഥാപനത്തിൽ ഒരു പ്രോഗ്രാം നടന്നിരുന്നു. അപ്പൊ ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഒന്ന് വെറുതെ നോക്കിയതാണ്. ഞാൻ ഏകദേശം രാത്രി ഇരുന്നിട്ട് രാവിലെ ഒരു 3:30-4 മണി വരെ വെറുതെ ഒരു കൗതുകം എന്നുള്ള എന്താണ് മൊത്തത്തിൽ ഇതിങ്ങനെ എടുത്തു നോക്കിയാൽ ഇതിൽ വരുന്ന മാറ്റങ്ങൾ എന്താണ്. അതായത് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ 3 തരത്തിലാണ് എൻഗേജ്മെന്റ് കാണുന്നത്, അല്ലെങ്കിൽ 4 തരത്തിലാണ് എൻഗേജ്മെന്റ് കാണുന്നത്. അപ്പൊ അതിൽ ഞാൻ അന്ന് പഠിക്കാൻ ശ്രമിച്ചത് ഒരു സാധനം, മുമ്പ് പറഞ്ഞതിനെ തിരുത്തിയത് എത്ര സ്ഥലത്തുണ്ട്. വെറുതെ നമ്മൾ ഖിലാഫ് പറഞ്ഞിട്ടുണ്ടാവില്ലേ, ആ അഭിപ്രായം അല്ല എനിക്ക്, അതിന് അങ്ങനെ എത്ര സ്ഥലത്ത് കാണുന്നുണ്ട്. അങ്ങനെ കാണുന്നിടത്ത് എന്താണ് അതിന്റെ റീസണിങ്? അതൊരു പ്രധാന ഘടകമാണല്ലോ. കാരണം ഖുർആനും ഹദീസും അന്നും അവൈലബിൾ ആണല്ലോ, അല്ലേ? പക്ഷെ പിന്നെ ഇവിടെ ഖിലാഫല്ലി ഷെയ്ഖിന എന്ന് പറഞ്ഞിട്ട് താലീഖാത്തിൽ എനിക്ക് അതിന് എതിർപ്പാണ് എന്ന് പറയാൻ എന്തായാലും ഖുർആൻ ഹദീസും മൂപ്പര് കണ്ട തന്നെ ഇപ്പൊ ഇവിടെ കാണാൻ സാധ്യതയുള്ളൂ. കാരണം പുതിയ ഹദീസൊന്നും വന്നിട്ടില്ല. അപ്പൊ പിന്നെ ആ ഒരു തിരുത്തൽ വരാനുള്ള കാരണം എന്തായിരിക്കും? അത് അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ മനസ്സിലാക്കിയതിന്റെ അപ്പുറത്ത് അവർ ഇതിനോടൊക്കെ എൻഗേജ് ചെയ്തിരുന്നു. നമ്മൾ മനസ്സിലാക്കിയതിന്റെ അപ്പുറത്ത് അവർ ഇതിനൊക്കെ എൻഗേജ് ചെയ്തിരുന്നു. അപ്പൊ നിങ്ങളിപ്പോ ഈ ഒരു കൂടിച്ചേരലിന്റെ തുടർച്ചയിൽ പിന്നെ ഇനി നിങ്ങൾ ക്ലാസ്സുകളും മറ്റും ശ്രദ്ധിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ഒരു സംഗതി അതാണ്. ഏത് വിഷയം എടുത്തു നോക്കിയാലും ഞാൻ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. അതിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ ഞാൻ പറയാം. ഒന്നാമത്തെ ഞാൻ പറഞ്ഞത് ക്വസ്റ്റ്യനിങ് അസംഷൻസ്, രണ്ടാമത്തത് ഇവാലുവേറ്റിംഗ് എവിഡൻസ്. പറഞ്ഞ തെളിവ് അത് ശരിക്കും അതിപ്പോ ഈ താലീഖാത്തിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളല്ലേ ഈ ഹദീസ് അങ്ങട്ടാണ് ഈ ഹദീസ് ഇങ്ങട്ടാണെന്ന് എഴുതിയിട്ടുണ്ടാവും. പറഞ്ഞ മനസ്സിലായല്ലോ. എവിഡൻസുകൾ ഇവാലുവേറ്റ് ചെയ്യണം, അസംഷൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യണം. എന്ത് ബേസ്? നിങ്ങൾ കുറച്ച് മുമ്പ് അതാ പറഞ്ഞത്, ശരിക്കും ഇത്രയേറെ എൻഗേജ്മെന്റ് നടന്ന ഒരു തോട്ട് ഉണ്ടാവില്ല. നിങ്ങളല്ലേ വേറെ പറയും. ഞാൻ ഭരണഘടനയൊക്കെ ആലോചിച്ചിട്ട് പറഞ്ഞാണ്, കുറെ ആലോചിച്ചിട്ട് പറഞ്ഞാണ്. വേറെ ഇതിന്റെ പിന്നിൽ നടന്ന അത് ഖുർആൻ എടുത്താല്, ഹദീസ് എടുത്താല്, ഫിഖ് എടുത്താല്, അഖീദ എടുത്താലും ഒക്കെ നമ്മൾ കാണാണ്. പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോ അവിടെ ഒരു സ്റ്റഗ്നേഷൻ വന്നു, അല്ലെ? ശരിയല്ലേ? അവിടെ ഒരു സ്റ്റഗ്നേഷൻ വന്നു. പിന്നെ അവിടുന്ന് ഒരു അനക്കല്ല. പിന്നെ അങ്ങനെ ഒരു കാര്യം ഇങ്ങനെ അതിങ്ങനെ പറയാം, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അത് ഒരുപാട് കാലമായിട്ടില്ല, വളരെ അടുത്ത കാലത്താണ് അങ്ങനെ ഒരു സ്റ്റഗ്നേഷൻ. ഇപ്പൊ നിങ്ങൾ ബാംഗ്ലൂർ ഉസ്താദ് നഫറല്ലാഹു മർഖദ അതുപോലെ കുറെ ആ കാലത്തെ ആൾക്കാർ വ്യത്യസ്ത ഒപ്പീനിയനുകൾ വെച്ച് പുലർത്തിയിരുന്നു. നിങ്ങൾ ഇന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യം വെച്ച് ആലോചിച്ച് നോക്കി, വ്യത്യസ്ത ഒപ്പീനിയൻ വെച്ച് പുലർത്താൻ കഴിയോ? കഴിയില്ല. വ്യത്യസ്ത ഒപ്പീനിയൻ വെച്ച് പുലർത്താൻ കഴിയില്ല, ഒറ്റ അഭിപ്രായം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് നമുക്ക് ഉപകാരം കിട്ടാൻ വേണ്ടിട്ട് നിങ്ങൾ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആളുകൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങളോട് കണക്ട് ചെയ്യാൻ പറ്റും.
ഇത് നല്ല ക്ലാരിറ്റി ഉള്ള സംസാരമാണല്ലോ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയുള്ള സംസാരമാണല്ലോ. ഇതിപ്പോ എന്താരോ നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെ ആലോചിക്കണില്ല. നമ്മൾ ഉസ്താദല്ലേ, ഞാൻ അൽഹംദുലില്ലാ ഉസ്താദിനെ പ്രയാസത്തിലാക്കണ്ട എന്ന് വിചാരിച്ചു പോവാണ്. പക്ഷെ അതുകൊണ്ട് പിന്നീട് നമ്മളാണ് പ്രയാസത്തിലാവുന്നത്. നമ്മൾ മുമ്പ് തഅദ്ദുദുൽ ജുമാ സംബന്ധിച്ചൊരു സെമിനാർ വാഫിയിൽ നടത്തിയിരുന്നു. ഒരു സ്ഥലത്ത് തന്നെ രണ്ടാമത്തെ ജുമാ നടത്താന്നുള്ളത്. അപ്പൊ അന്ന് ഭയങ്കര വിവാദമായി, അതൊക്കെ എതിർക്കപ്പെട്ടു കുറെ സംഗതിയായി. പക്ഷെ കൊറോണ വന്നപ്പോ കുറെ സ്ഥലത്ത് നടന്നു. ഇതൊക്കെ നമ്മൾ കുറച്ചും കൂടി മോഡേണൈസ് ചെയ്ത് വരുമ്പോ ഇനി നടക്കും, അതിലൊന്നും സംശയമല്ല. കാരണം അതിനങ്ങനെ ഖുർആനിലോ ഹദീസിലോ അല്ലെങ്കിൽ ഫിക്കിലോ ഒന്നും എതിർപ്പൊന്നുമില്ല. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നതല്ല. അപ്പൊ ഒരിക്കൽ ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടപ്പോ ഒരു കാര്യപ്പെട്ട ഒരു നേതാവാണ്, സ്റ്റേറ്റ് ഒക്കെ ഉള്ള ലെവലുള്ള ആളാണ്. മൂപ്പര് ഒരു പ്രത്യേക പഠന വിഭാഗത്തിലുള്ള ആളാണ്. മൂപ്പരിന്റെ കണ്ട വാഫി കുറച്ച് സമയം സംസാരിക്കാൻ ഓക്കെ വരുന്നതാണ്. നിങ്ങളാ പറഞ്ഞത് തെറ്റല്ലേ, അങ്ങനല്ലേ അങ്ങനല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സമയമുണ്ടോ? എനിക്കും സമയമുണ്ട്, നമുക്ക് ഇവിടെ ഇരിക്കാം, അല്ലെങ്കിൽ ചായ കുടിക്കാണ്ടിരിക്കും, എന്നിട്ട് നമുക്ക് പറയാം. അപ്പൊ ഞാനിങ്ങനെ സംസാരിച്ചു തുടങ്ങി. മൂപ്പര് ഇങ്ങോട്ട് മറുപടി ഞാൻ ഒന്ന് രണ്ട് മറുപടി കഴിഞ്ഞാൽ മൂപ്പര് പറഞ്ഞു, അത് എനിക്കറിയില്ല, പക്ഷെ മൂപ്പരത് ക്ലാസ്സിലത് തെറ്റാന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ്. മൂപ്പര് ആളെ പേര് പറഞ്ഞു, ഓൽക്കത് തെറ്റാണ് ക്ലാസ് എടുത്തു കൊടുത്ത ആളെ പേര് ഉദ്ധരിച്ചിട്ട് മൂപ്പര് പറഞ്ഞു മൂപ്പരത് ക്ലാസ്സിൽ പറഞ്ഞത്. പക്ഷെ എനിക്ക് മനസ്സിലായി മൂപ്പരെന്ന് വിളിച്ചാല് അത് നേരെ കിട്ടും. ഇങ്ങനെയാണ് പലതും നമുക്ക് എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഉസ്താദന്മാരെ വിളിക്കണം. ഇപ്പൊ ചില ആൾക്കാർ പുതിയ കാലത്ത് നമ്മൾ കാണുന്ന ഒരു രീതി തന്നെ അതാണ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ മസല വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ എതിരെന്താ ഇസ്ലാം പറയുന്നത്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ വോയിസ് നേരെ ഉസ്താദിനാണ് വിട്ടുകൊടുക്കും. ഉസ്താദ് മറുപടി എന്നാൽ ആ വോയിസ് നമ്മൾ അയാൾക്കും വിട്ടുകൊടുക്കും. നമ്മളെ പണി ഇതില് എന്താണ്, ഒരു മീഡിയേറ്റർ റോളാ. ജോലിക്കാർ ആവശ്യമുള്ളവരും ജോലി ആവശ്യമുള്ളവരും വിളിക്കുക. നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ജോലി വേണ്ടവരും ഇവിടെ വരും, ജോലിക്കാർ ആവശ്യമുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊടുക്കുക. ഞാൻ പലരും അങ്ങനെ ഷെയർ ചെയ്ത് തരുമ്പോ സിമ്പിൾ ആയിട്ട് പറയുന്ന കാര്യം കേട്ടോ, അയാൾ ചോദിച്ച ചോദ്യം ഇജ് വോയിസ് ആയിട്ട് ചോദിക്കുക, മിനിമം ആ ചോദ്യങ്ങൾ മനസ്സിലാവണ്ടേ. ഇതുപോലെ ഉസ്താദ് കേട്ടോക്കെ, എനിക്ക് അതിന് പോലും സമയമല്ല. ഈ തിരിച്ച് നമ്മൾ പറയുമ്പോൾ ഓനക്ക് ഉത്തരം പറഞ്ഞിട്ട് കാര്യമില്ല, അതൊന്ന് വോയിസ് ആക്കിയിട്ട് കൂടി എന്നാ നേരെ അങ്ങോട്ട് കൊടുക്കുക. പാർസൽ സർവീസാണ് പരിപാടി. ഞാനത് നിങ്ങൾ തയ്യലേക്കാത്ത എവിടെ എടുത്തു നോക്കി, അത് കുട്ടികളെ എഴുതിയതാണ് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ അല്ലെ, ടീച്ചിങ് നോട്ട്സ് ആണ് അല്ലെ ഉസ്താദ്മാരെന്ന് കേട്ടത്. ഉസ്താദ്മാര് കുട്ടികളെ എഴുതി വെച്ചതാണ്. ആ എഴുതിക്കലിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ എഴുതിക്കൽ ശരിക്കും ഭയങ്കരമായ എൻഗേജ്മെന്റുകളാണ്, ക്ലാസ് ഭയങ്കര രസമായിരുന്നു. അതുകൊണ്ടാണ് ഓൽക്കൊക്കെ ഇതിൽ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയത്. നമുക്കിത് റിസൾട്ട് ഉണ്ടാക്കാനും പറ്റണില്ല, പഠിക്കുമ്പോൾ ഒരു താല്പര്യവും തോന്നുന്നില്ല. അപ്പൊ നമ്മൾ ഫത്തുൽമയും പഠിക്കുന്നു, ഹദീസ് പഠിക്കുന്നു, പലതും പഠിക്കുന്നു, ഒരുപാട് പുതിയ വിഷയങ്ങളാണ്. ഇപ്പൊ ട്രേഡിങ് കുറെ ആൾക്കാർ ചോദിക്കും, ട്രേഡിങ്ങിന്റെ അവസ്ഥ എന്താ? നമ്മൾ ഫത്തുൽമയും പോയപ്പോ ബാബു ട്രേഡിങ് കിട്ടുമോ? കിട്ടൂലല്ലോ. അങ്ങനെ ഒരു ബാബുണ്ടോ? കിട്ടൂല. അപ്പൊ പിന്നെ അത് എവിടെ ഉള്ളത്? അവിടെ രണ്ട് കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളിപ്പോ എന്നുള്ളത് ഈ താലീക്കാത്ത് എങ്ങനെ റീജനറേറ്റ് ചെയ്യുന്നു, റിന്യൂ ചെയ്യുന്നു, അതാണ് എനിക്ക് പറയാനുള്ള മറ്റൊരു പോയിന്റ്. അത് എല്ലാം പറയപ്പെട്ടിട്ടുണ്ട്, ഇനി എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അതിലൊന്നും ആലോചിക്കേണ്ട സംഗതിയില്ല, എല്ലാം പറയപ്പെട്ടു. ത്വഫ്ഫാണ് നോക്കിയാൽ മതി, പറഞ്ഞ ഒന്നും ആലോചിക്കേണ്ട എന്ന് പറയണ ഒരു പോക്കുണ്ട്. ആ പോക്കിലാണെങ്കിൽ നമ്മൾ ഇത്തരം പുതിയ വിഷയങ്ങൾ നമ്മുടെ കയ്യിൽ വരുമ്പോ നമുക്ക് അതിന് എവിടുന്നാണ് മറുപടി കിട്ടുന്നത്? ഇപ്പൊ നിങ്ങളെ സ്വന്തം, വേറെ ആരും ചോദിച്ചതല്ല, നിങ്ങളുടെ സ്വന്തം സംശയങ്ങൾ അഡ്രസ് ചെയ്യപ്പെട്ടോ എല്ലാം? അത് നിങ്ങൾ ആലോചിക്കും. പിന്നെ രണ്ടാമതൊരു കാര്യം തരുമോ, പുറത്തുനിന്നുള്ള ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ നിരന്തരം കേട്ടോണ്ടിരിക്കുന്ന സാധനമാണ് എന്ത്, നിങ്ങളെ ഖുർആൻ ഹദീസ് അത് കുറച്ച് പറഞ്ഞ സാധനങ്ങൾ, നിങ്ങൾക്ക് അതിലപ്പുറം ഒന്നും പറ്റൂലല്ലോ അല്ലെ? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അല്ലേ? ഇതൊരിക്കലും ഒരു തിങ്കിങ്ങിന് ഒരു സ്കോപ്പും ഇല്ലാത്ത എന്തോ ചില വാറോലകൾ ഇങ്ങനെ പിന്തുടരുന്ന ഒരു ഏർപ്പാടാണ് ഇസ്ലാം അല്ലെ? അങ്ങനെ പുറത്തുള്ളവർ അങ്ങനെ വിചാരിക്കണില്ലേ? ഇത് രണ്ടും പ്രശ്നമാണ്. ഒന്ന്, നമ്മുടെ ഉള്ളിലുള്ളവർ വിചാരിക്കുക എന്ത്, ഇതിൽ ഇനി ഒരു റിന്യൂവലിന്റെ ആവശ്യമില്ല. രണ്ട്, പുറത്തുള്ളവർ വിചാരിക്കുക ഇതൊരു മാറ്റവും വരാത്തൊരു സാധനമാണ്. ഈ രണ്ടും ശരിയല്ല എന്ന് താലീക്കാത്തുകൾ തെളിവാണ്. കാരണം റിന്യൂ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മനസ്സിലാകണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു, ഇസ്ലാമിക് തോട്ട് എന്ന് പറഞ്ഞാൽ റെവലേഷൻ മാത്രമല്ല, വഹി മാത്രമല്ല. ആണോ? കാരണം വഹി നമ്മളോട് നേരത്തെ സംസാരിക്കണ്ടോ? ഖുർആനല്ലേ നമ്മുടെ മുമ്പിലുള്ളൂ. ഖുർആനെ നമ്മൾ ഫഹ്മ ചെയ്യുമ്പോഴാണ് നമ്മളതാവണത്. ആണോ? അല്ലേ? അപ്പൊ അതിൽ എന്തുകൂടെ വന്നു? നമ്മളെ തോട്ടും കൂടി ഇൻക്ലൂഡഡ് ആയില്ലേ? നമ്മളൊരു ഖുർആൻ എങ്ങനെ വായിക്കുന്നു, അല്ലെങ്കിൽ മുജ്തഹിദായ ഒരു ഇമാം ഖുർആനെ എങ്ങനെ വായിക്കുന്നു, അതുകൊണ്ടല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നത്. ഒരു ആയത്തിനെ, ഒരു ഹദീസിനെ വ്യാഖ്യാനിച്ചിടത്ത് തന്നെ എന്ത് വന്നു? വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നു. ആ അഭിപ്രായങ്ങൾ വരുന്നത് അതിൽ തോട്ടുകൂടെ വരുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് അറിയാലോ, ഇപ്പോ അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ടല്ലോ, ഇന്നല്ലാഹു യബ്അസു
അലാ മിയത്തി കുല്ലി സനത്തിൻ മാ യുജദ്ദിദു ലഹാ ദീനഹ. എല്ലാ 100 വർഷത്തിലും. അപ്പൊ ഇനി നമ്മളിങ്ങനെ അതാരാണ് ആലോചിച്ചുകൊണ്ട് കിടക്കുക. പിന്നെ നമ്മളെ ചർച്ച ചെയ്യുമ്പോൾ ഒതുങ്ങി ആ ആളാര ഈ നൂറ്റാണ്ടിൽ ആരാണ്. പക്ഷെ അപ്പോൾ അവിടുന്ന് എടുക്കേണ്ട പോയിന്റ് എടുക്കണില്ല. അതാന്ന് ചോദിച്ചാൽ എന്താണ് അവിടുത്തെ ടേക്ക് അവേ? ഇനി ആ ആളെ അന്വേഷിച്ചെടുക്കാന്നുള്ള അല്ല അവിടുത്തെ പ്രധാന പോയിന്റ്. ഇത് റിന്യൂ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോഴും നമ്മൾ പറയാം ഒരു മാറ്റവും ഇല്ലാത്ത, ഇതുവരെ ഒന്നും മാറ്റേണ്ടി വരാത്ത. ശരിക്കും അത് പോസിറ്റീവ് അല്ല, അത് നെഗറ്റീവാണ്. അതിനെ പോസിറ്റീവ് ആവുക. നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കി. നമ്മൾ ആലോചിച്ച് പറയണ്ടേ. ഇപ്പൊ അത് പടച്ചോ വരെ നസ്ഖീദിലെ ആയത്തുകൾ ഇല്ലേ, നാസിർ മൻസൂറിലെ ഖുറാനില്ലേ, അത് പടച്ചോന് കുറവാ? അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അള്ളാന്റെ നുക്സാനാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. ഹദീസിലുണ്ടല്ലോ, അഹ്കാമുകളിൽ അതുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഒരു മാറ്റവും വരുത്തിയില്ല, മാറ്റം വരുത്തേണ്ടി വരില്ല എന്ന് പറയുന്നത് പോസിറ്റീവ് അല്ല, നെഗറ്റീവാണ്. ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അക്കാഡമിക് എൻഗേജ്മെന്റുകൾ നടക്കാത്തതുകൊണ്ട് ചോദിക്കാൻ പാടില്ലല്ലോ, ചർച്ച ചെയ്യാൻ പാടില്ലല്ലോ, അതുകൊണ്ട് വന്നു തീരുന്ന സംഗതികളാണ്. അപ്പൊ ദീൻ ഇപ്പൊ ഒരു ധാരണ നമുക്കറിയാം. മുആദ് റളിയല്ലാഹു അൻഹു യമനിലേക്ക് അയക്കുമ്പോൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ മസല പറയാം? ഞാൻ ഖുർആനിൽ നോക്കും, ഹദീസിൽ നോക്കും, ഇല്ലെങ്കിലോ വെച്ച് ലാസ്റ്റ് എന്താ പറഞ്ഞത്? അജ്തഹിദു റഈ. നബി മുആദ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു, ആശീർവദിച്ചു. അപ്പൊ ഇതില് ഇസ്ലാമിക് തോട്ട് എന്ന് പറയുന്നത് അതില് അത് പ്യുവറായിട്ട് വെറും ഒരു വഹീനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ഗൈഡഡ് ആയിട്ടുള്ള തിങ്കിങ് ആണ്. അവിടെയാണ് നമ്മളെ വ്യത്യാസം. അവിടെയാണ് എന്തല്ല, പാറിയ ആലോചനയല്ല, ഗൈഡഡ് ആയിട്ടുള്ള തിങ്കിങ് ആണ്. എങ്ങനെ ചിന്തിക്കണം എന്നതിന് കൃത്യമായ ഒരു ഫ്രെയിംവർക്ക് ഉണ്ട്. ആ ഫ്രെയിംവർക്കിന്റെ ഉള്ളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യൂല, തെറ്റൂല. അപ്പൊ ലിബറലിസത്തിന്റെ പ്രശ്നം എന്താ? ഒരു ഫ്രെയിംവർക്കും ഇല്ലാതെ ചിന്തിക്കുകയാണ്. പറഞ്ഞത് മനസ്സിലായില്ലേ? നമ്മളെ ഉസൂൽ എടുത്താൽ മനസ്സിലാവും. ഒരു ഫ്രെയിംവർക്ക് ഉണ്ട്, ആ ഫ്രെയിംവർക്കിന്റെ ഉള്ളിലേ ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ആ നിലക്ക് നമ്മൾ എന്ന് ചിന്തിച്ചു തുടങ്ങുന്നുവോ നമുക്ക് റിസൾട്ട് കിട്ടും. ഞാൻ ഒന്നാമത് പറഞ്ഞത് ക്വസ്റ്റ്യനിങ് അസംഷൻസ്, 2 ഇവാലുവേറ്റിംഗ് എവിഡൻസ്. ഞാൻ വേറെ സംഗതി ഉണ്ട്, റെക്കഗ്നൈസിങ് ബയാസ്. അത് നിങ്ങൾ വെറുതെ അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. അതായത് ബയാസ് ഉണ്ടാവുമെന്ന് വെച്ചാല് എല്ലാ നസ്സുകളിലും ബയാസ് ഉണ്ടെന്നല്ല പറയണത്. എന്താ വെറുതെ അങ്ങനെ ആലോചിച്ചാല് അങ്ങനത്തെ ആലോചനകൾ താലീഖാത്തുകളിൽ കാണുന്നുണ്ട്. കാരണം ചിലയിടത്തൊക്കെ പറയുന്നുണ്ട് മൂപ്പരത് അങ്ങനെ പറയാൻ കാരണം മൂപ്പര് അവിടെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ മൂപ്പര് അതിലായതുകൊണ്ടാണ്. നിങ്ങൾ പറഞ്ഞ മനസ്സിലായി? ബയാസ് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്താണ് ബയാസ് പറഞ്ഞാല്? അത് നമ്മളിപ്പോ ഒരു ടീമിലാണ്. അപ്പൊ നമ്മൾ ആ ടീമിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? തെളിവ് ഇങ്ങനെ കൊണ്ടുവരിക. അപ്പൊ അങ്ങനത്തെ ചിലത് കാണും. അപ്പൊ അതിന് എന്തുകൊണ്ടായിരിക്കണം മൂപ്പര് ഇതിനെങ്ങനെ വല്ലാതെ അഡ്വക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ചിന്തയിൽ പോയാൽ അവിടെ ചിലത് കിട്ടും. അതിന്റെ ചില റീസണിങ്ങൾ ഉണ്ട്, അതിന്റെ ചില കാരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മൂന്നാമത്തേത് അതാണ്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പിന്നെ പെട്ടെന്ന് പോകണം. നാലാമത്തെ ഒരു കാര്യം ലുക്കിംഗ് അറ്റ് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ്. ഇതൊരു പ്രധാന കാര്യമാണ്. ശരിക്കും നമ്മുടെ ഗ്രന്ഥങ്ങളിൽ, അത് ഹാഷിയ, ഷുറൂഹോ, കിതാബോ, താലീഖോ ഏതാച്ചാവട്ടെ, പല കൺക്ലൂഷനുകളിലേക്കും പോകുമ്പോ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ ഓല് പല അഭിപ്രായങ്ങളും എടുത്തു വെച്ചിട്ടുണ്ടാവുന്ന് അല്ലെ? കണ്ടിട്ടില്ലേ? ഇപ്പൊ ഇവിടെ മറ്റ് ഇമാമിങ്ങൾ പറഞ്ഞ അഭിപ്രായമൊക്കെ അവിടെ കൊടുത്തു വെച്ചിട്ടുണ്ടാവും. ഒരു ഇത് വിശദീകരിക്കുന്നിടത്ത് മറ്റുള്ളവരുടെ അഭിപ്രായം ചെയ്തിട്ടുണ്ടാവും, കൊടുന്നു വെച്ചിട്ടുണ്ടാവും. അതാണ് ലുക്കിംഗ് അറ്റ് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ്. മറ്റ് അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് അത് തിരിച്ചറിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു എന്താ പറയാ, ഒരു സ്ഥലത്തുണ്ട്, ഒരു വിശാലത ഉണ്ട്. അത് ഭയങ്കര എന്റർടൈനിങ് കൂടിയാണ്. അതാണ് നമ്മൾ ദീനിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ശരിക്കും അതിൽ കാണാം, മൻ കസുറ ഇൽമുഹു കല്ല ഇൻകാറുഹു. ഒരാളുടെ അറിവ് കൂടിയാൽ അയാൾ ആക്ഷേപിക്കൽ കുറയും. അത് കുറച്ചും കൂടി അതിനൊന്ന് അതിന്റെ വട്ടത്തെ ഒന്നും കൂടി വിശാലമായിട്ട് വരക്കുന്നത് പലപ്പോഴും പല ഷുറൂഹുകളിലും ആകാശികളിലും താലീഖാത്തിലും നമുക്ക് കാണാൻ പറ്റും. ഇതും കൂടി ഇതിൽ പെടും അല്ലെ? ചിലത് ഇതും കൂടി ഇതിന്റെ ഭാഗമാണ്. ആ പറ്റൂല എന്ന് പറഞ്ഞാല് ഇത് പെടൂല. പറഞ്ഞ മനസ്സിലായില്ലേ? അതിന് വ്യത്യസ്തമായ കാര്യങ്ങൾ നോക്കാനും തിരിച്ചറിയാനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങള് ഡീറ്റെയിലിംഗ്. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം ഇതിന്റെ ഒരു പ്രമേയം അറിയിക്കുന്നത് പ്രകാരം നിങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നു എന്നുള്ളതാണ്. അപോലെ എല്ലായിടത്തും നടക്കണം. ഞാൻ പൊതുവെ പറയാം, ഇപ്പൊ ഹുക്കുമിന്റെ വിഷയത്തിൽ ഇപ്പൊ ഇത് പറഞ്ഞ പോലെ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് എന്നാണ് പറയാം. ഇതിലിപ്പോ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് അല്ല, ആൾക്കാർ വിചാരിച്ചു വെക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. കുറച്ചു മുമ്പ് ഒരു സ്കൂളിൽ നിന്ന് ഒരു മാഷ്
പിന്നെ ഒരു അധ്യാപകൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്താദ് പിന്നെ തട്ടട്ടില്ലെങ്കിൽ ഇസ്ലാം എന്ന് പുറത്തു പോകുന്നു വെച്ചു. തട്ടട്ടില്ലെങ്കിൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ലല്ലോ എന്നാണ്. പോവോ? ആ അപ്പൊ ഞാൻ എന്താ ചോദിക്കാൻ കാരണം എന്ന് വെച്ചപ്പോ ഓലെ സ്കൂളിൽ ഒരു കുട്ടി മറ്റു കുട്ടികളുടെ കൂടെ അങ്ങനെ നടക്കും, പെൺകുട്ടികളുടെ കൂടെ. പക്ഷെ ഓള് പ്രേയറുകൾക്ക് നിസ്കരിക്കാൻ പോണ സമയത്ത് ഓൾ എന്ത് ചെയ്യൂല, നിസ്കരിക്കാൻ പോവില്ല. അപ്പൊ സാറ് ജന നിസ്കരിക്കാത്ത വെച്ചപ്പോ ഞാൻ തട്ടൊന്നും ഇടുന്നില്ലല്ലോ. പറഞ്ഞ മനസ്സിലായില്ല? ഞാൻ തട്ടൊന്നും ഇടുന്നില്ലല്ലോ, ഞാൻ നിസ്കരിച്ചിട്ട് എന്താ കാര്യം? അപ്പൊ ആ കുട്ടി നമ്മുടെ ഒരു സാമൂഹിക സാഹചര്യത്തിൽ ഓള് വിചാരിച്ചത് എന്താണ്? തട്ടട്ടില്ല ഇസ്ലാം എന്ന് പുറത്തു പോയി. ഞാൻ പറഞ്ഞു ഓളോട് നിസ്കരിക്കാൻ പറയുന്നതാണ്. മൂപ്പരിനോട് ഉറപ്പല്ലേ? കാരണം മൂപ്പർക്കും ഡൗട്ട് ഉണ്ട്. കാരണം പ്രത്യേകിച്ച് നമ്മളാണല്ലോ പറയുന്നത്, ശരിയാവൂല എന്നുള്ള. അങ്ങനെ ഉണ്ടല്ലോ, ഇപ്പടുത്ത് നമ്മളോട് ആരാ പറഞ്ഞു, നിങ്ങൾ നിസ്കാരം 5 വക്താന്ന് ഒന്നും കൂടി ഒന്ന് പറയുന്നത്, എന്നാ പിന്നെ വേറെ ആരെങ്കിലും 3 തന്നാലോ? കാരണം മനസ്സിലായില്ല? അപ്പൊ ഞാൻ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല, നിങ്ങൾ എന്ത് ചെയ്യും, ആ കുട്ടനോട് നിസ്കരിക്കാൻ പറയും. ഞാൻ പറഞ്ഞത് ഇപ്പൊ നിസ്കരിച്ചില്ലെങ്കിൽ പോലും ഇസ്ലാം എന്ന് പുറത്തു പോകില്ല. അങ്ങനെ തന്നെയല്ലേ മസല? എപ്പോഴേ നിസ്കാരത്തെ പുറത്തു പോകുള്ളൂ? നിസ്കാരത്തെ നിഷേധിച്ചാലേ പുറത്തു പോകുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഏതൊക്കെയാണ് ഇസ്ലാമിന്റെ ഉള്ളിൽ പെടുന്നത്, ഏതുകൊണ്ടൊക്കെയാണ് ഇസ്ലാം എന്ന് പുറത്തു പോകുന്നത്, ഏതൊക്കെയാണ് സുന്നി എന്ന് പുറത്തു പോണത്, ഇങ്ങനെ കുറെ സംഗതികളുണ്ട്. കാരണം നിങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾ ഈ ഒരു ചർച്ചയ്ക്ക് ശേഷം, ഈ ഒരു കൂടിയിരിക്കലിന് ശേഷം ഈ അക്കാഡമിക് എൻഗേജ്മെന്റിന്റെ ഭാഗമാവുകയാണെങ്കിൽ, അങ്ങനെ ആവുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ 12 കൊല്ലോ 8 കൊല്ലോ 20 കൊല്ലോ ഒക്കെ ഇതിന്റെ പിന്നാലെ കൂടിയിട്ട് കാര്യം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചില ഉസ്താമാര് പറഞ്ഞു കഴിഞ്ഞാൽ ആരോടെങ്കിലും ഒക്കെ ഒന്ന് ഏറ്റു പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിനകത്ത് ഇതിന്റെ ആ കിട്ടേണ്ട സാധനം ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ ഈ താലീക്കാത്തിന് വേണ്ടി ഇവരൊക്കെ എങ്ങനെയാണോ ഇതിനെ എൻഗേജ് ചെയ്തത്, അങ്ങനെ നിങ്ങൾ എൻഗേജ് ചെയ്യാൻ തുടങ്ങിയാൽ സമകാലികം കടന്നു വരും. പുതിയ ഫത്തുൽമീനോ ഒക്കെ എടുക്കുമ്പോ, ഹദീസൊക്കെ എടുക്കുമ്പോ എല്ലാ സംഗതികളും ഒരുപാട് എഴുതാണ്ടാവും. അപ്പൊ ഞാനിപ്പോ ആലോചിക്കലുണ്ട്, ഞങ്ങള് ഒക്കെ പഠിച്ചിരുന്ന സമയത്ത് അന്ന് കുഞ്ഞാമുസ്താണ് ഹദീസ് എടുത്തിരുന്നത്. കെ ഉസ്താന്റെ മരുമാനാണ്. അപ്പൊ മൂപ്പര് ഹദീസിൽ ഭയങ്കര ഇതുള്ള ആളാണ്. അപ്പൊ മൂപ്പര് അന്ന് പിന്നെ ഉലമാവും ഷർറുമൻ തഹ്ത അദീബിസ്സമാ എന്നുള്ള ഇതെടുത്ത സമയത്ത് നമുക്ക് അത് എത്രയായിട്ട് മനസ്സിലായിരുന്നില്ല. ഇന്നൊക്കെ ഞാൻ അതിൽ ഹാഷ് ചെയ്താണെങ്കിൽ ഉണ്ടല്ലോ ഒരുപാട് എഴുതാൻ കിട്ടും. പഴയമാരിയല്ല, കോണ്ടക്ച്വലൈസ് ചെയ്ത് നമുക്ക് കുറെ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെ നമുക്ക് ആലോചിക്കാൻ പറ്റുമോ ഹിദായത്താക്കണവരെങ്ങനെ പ്രശ്നം ഉണ്ടാക്കാന്ന്? ഹദീസിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ. പറഞ്ഞു മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പറയുന്നത് അറിയോ, റുബ്ബ മുബല്ലഗിൻ ഔആമിൻ സാമിഈൻ. നേരെ കേട്ടവരെക്കാൾ പിന്നീട് ആ കാര്യം മനസ്സിലാവുന്ന എത്ര ആൾക്കാരുണ്ട്. നേരെ കേട്ട ആൾക്കാർ ചിലപ്പോൾ തിരിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ പിന്നെ അത് എത്തിയ ആൾക്കാർക്ക് കുറച്ചും കൂടി തിരിയും. അത് നിങ്ങൾ ഹദീസ് എടുത്താലും ചില ആയാത്തുകൾ എടുത്താലും ഒക്കെ നമുക്ക് അങ്ങനെ പലതും തെളിഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ തെളിയാന്, അങ്ങനെ ആലോചിക്കാൻ ഈ പറഞ്ഞതിന്റെ അപ്പുറത്ത് ഞാൻ പറഞ്ഞ 4 കാര്യങ്ങളാണ്. ഒന്ന്, റീസണിങ്, ചിന്തിക്കണം, ഈ കോൺസെപ്റ്റിനെ റിഫൈൻ ചെയ്യണം, ക്രിറ്റിക്കലി എൻഗേജ് ചെയ്യണം. പിന്നെന്താണ്? റീകോണ്ടക്ച്വലൈസ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ പുതിയ കാലത്ത് താലീക്കാത്തുകൾ നിങ്ങൾ എഴുതിയില്ലെങ്കിലും ആ താലീക്കാത്തുകൾ നിങ്ങളുടെ മനസ്സിലെ കൺക്ലൂഷനുകളായിട്ട് മാറണം. അപ്പോഴേ കാര്യം ഉണ്ടാവുള്ളൂ. ശരിക്കും നിങ്ങൾ ചരിത്രത്തിലേക്ക് പോയാൽ മനസ്സിലാവും. ഇപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പിന്നെ പലരും വന്നിട്ട് ഇങ്ങനെ ആയാൽ എന്താ സംഭവിക്കുക, അങ്ങനെ ആയാൽ എന്താന്നുള്ള കുറെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ ഇങ്ങനെ അറായിത്ത ലൗ ഹദസ കഥ, ഇങ്ങനെ സംഭവിച്ചാൽ എന്താ, അങ്ങനെ സംഭവിച്ചാൽ എന്താന്ന് ചോദിക്കരുത്. ഇപ്പൊ സംഭവിച്ചത് ചോദിക്ക്. കാരണം ഉമറ റളിയല്ലാഹു അൻഹു യൽഅനു മൻ യസ്അലു ദാലിക്, അങ്ങനെ ചോദിക്കണവരെ ഉമർ റളിയല്ലാഹു അൻഹു ലഅൻ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ പറയണത് എന്താ വെച്ചാല് ഓലൊക്കെ ആ കാലത്താണ് പരമാവധി ജീവിച്ചത്. നമ്മൾ ഈ കാലത്ത് ജീവിക്കണില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ഈ കാലത്ത് ജീവിക്കണില്ല. ഷാഫി ഇമാമിന്റെ കൗലുണ്ട്, ലഖദ് ബഗള ഇലയ്യ ഹൗലാഇൽ ഖൗമുൽ മസ്ജിദ, ആ ടീമിനെ പള്ളിക്ക് പോകാൻ വരെ എനിക്കിപ്പോ ദേഷ്യമാണ്. അപ്പൊ എന്താ, ആരാണ് ആ ടീം എന്ന് ചോദിച്ചു. അറായിത്തീയൂൻ എന്നാണ് മുമ്പ് മറുപടി. അറായിത്തീയൂൻ ഓലിങ്ങനെ വായിക്കുന്ന കണ്ടാല് സാപ്പ് അങ്ങനെ ആയാൽ എന്താ, സാപ്പ് എങ്ങനെ, അതൊക്കെ അവിടെ കേട്ടെ, ഇപ്പോഴത്തെ കാര്യങ്ങളെ പോലെ തീരുമാനം. ഇപ്പോഴുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, അഡ്രസ് ചെയ്യപ്പെടേണ്ട കുറെ സംഗതികൾ ഉണ്ടല്ലോ. അതാണ് മനുഷ്യൻ എപ്പോഴും എന്താ സന്തോഷമോ, നമുക്ക് നേരിട്ട് ബാധിക്കാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യാം, എന്നാ സുഖമാണല്ലോ. അപ്പൊ അങ്ങനെ ആയാലും എന്താ, അപ്പൊ ഇവിടെ അങ്ങനെ ആയാലും എന്താന്ന് പറയാം. അതായത് പണ്ടൊരു മൗലിയുടെ വയലിനെ ക്ഷണിച്ചു, ഞാൻ നിർത്തുകയാണ്. വയലിനെ വിളിച്ച സമയത്ത് മുമ്പിലൂടെ എന്താ ടോപ്പിക് എന്ന് വെച്ചു. അപ്പൊ മുമ്പിൽ പറഞ്ഞാൽ എന്ത്, സുഹൃത്ത് ബന്ധങ്ങൾ ആയാലോ എന്ന് വിളിച്ചാൾ ചോദിച്ചില്ലേ. അത് വേണ്ട, സുഹൃത്തുക്കളൊക്കെ നാട്ടിൽ തന്നെ ഉണ്ട്, അപ്പൊ ഞാൻ പറഞ്ഞ പ്രശ്നമാവും. മനസ്സിലായില്ലേ? സുഹൃത്ത് ബന്ധങ്ങളെ കുറിച്ച് മൂപ്പര് പറഞ്ഞു, മൂപ്പര് പണക്കാർ ജീവിച്ചിരിക്കണ്ടല്ലോ, എന്നാ സാമൂഹിക ബാധ്യതകളാക്കിയാലോ എന്ന് വെച്ചിട്ടേ. അതും വേണ്ട, പ്രശ്നമാണ്. നമ്മളെ നാട്ടുകാർ പോയി കേട്ട പ്രശ്നമല്ലേ.
എന്നാ കുടുംബജീവിതം ആക്കിയാലോ എന്ന് വെച്ചാൽ അപ്പൊ അത് പെണ്ണുങ്ങൾ കേട്ടാ പ്രശ്നമാണ്. വേണ്ട. എന്നാ പിന്നെ ഖബറായിക്കോട്ടെ അന്നാണ് തീരുമാനിക്കുക. അസ്സലാമു അലൈക്കും.